ഹായ്. അപ്പോൾ നാളെ നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ എല്ലാ മക്കളും നല്ല കിടിലമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 റൗണ്ട് റിവിഷനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ ടച്ച് റിവിഷൻ എന്നോണം നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ എല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഞാനും നമ്മുടെ മിഷാൽ സാറും ഒപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാ മക്കളും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷയ്ക്കുള്ള മുഴുവൻ ചാപ്റ്ററിനെയും റിവിഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യണം. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഒട്ടും സമയം കളയാതെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് സെറ്റാക്കാം. സാർ റെഡിയല്ലേ? പവറാണ്. ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്. അതെ, നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി സംഭവം കണ്ടിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഒരു ദിവസം കാണിച്ച ഒരു പിക്ചറാണ്. ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അങ്ങ് ഫയർ ആയിട്ടൊക്കെ തുടങ്ങാം. അപ്പൊ സാർ വിജയനഗര സാമ്രാജ്യ രാജ ഈ രാജ അമ്പാനെ കുറച്ച് സോഷ്യൽ പഠിച്ചാലോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. നമ്മുടെ ഫാസിൽ സാറൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. സാർ നമുക്ക് ചാപ്റ്ററിന്റെ പേരൊന്ന് കാണിക്കാം. അപ്പൊ ചാപ്റ്റർ 1 ദ മിഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ. അപ്പൊ ഇതിന് പഠിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ട് ഉള്ള ടോപ്പിക്സ് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ടോപ്പിക്സ് ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം പരീക്ഷയ്ക്ക് 10 ആക്ടിവിറ്റിയിൽ 8 എണ്ണം എഴുതാനൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിന്റെ ഇടയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റി, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചങ്ങ് പോകണം. ഓക്കെ, അപ്പൊ അതിനൊക്കെ മുമ്പ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. സാർ അടുത്ത ടോപ്പിക് ഒന്ന് കാണിക്കാം. ഓക്കെ, കീ ഏരിയ ടു ഫോക്കസ്, ശ്രദ്ധിക്കേണ്ട സെക്ഷൻസ്. ഓക്കെ, ഒന്നാമത്തത് ഓക്കെ സാറേ അടുത്തടുത്ത സ്ലൈഡുകൾ വേഗം ഒന്ന് കാണിച്ചു. ഓക്കെ, മുഗൾ ആർമി, വിജയനഗര റൂള്, ദിൻ ഇ ഇലാഹി, അതേപോലെ മുഗൾ ഭരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സാർ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളതാണ് റെയിൻ ഓഫ് കൃഷ്ണദേവരായരുടെ ഭരണകാലം. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണം എങ്ങനെയായിരുന്നു. 7ാമത്തത് സാറെ കുറച്ചൊന്ന് നീങ്ങുന്നു, അമരനായക സിസ്റ്റം അഥവാ ആരാണ് അമരനായകർ എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ അടുത്തത് ഓക്കെ കഴിഞ്ഞു. ഏകദേശം ഇത്രയും കണ്ടന്റ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിഷാൽ സാർ ശരിയായിട്ടങ്ങ് വായിച്ചോ. ഞാൻ തുടങ്ങിയ പിന്നെ പവറായിരിക്കും. ഓക്കെ, establish the Mughal rule in 1526. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരായിരിക്കും? ഓക്കെ, എല്ലാ മക്കളും വേഗം വീഡിയോ പോസ് ചെയ്തിട്ട് വേഗം ഒന്ന് എന്ത് ചെയ്തോ, അടിയിലൊന്ന് കമന്റ് ചെയ്ത് വേഗം. യെസ്, അപ്പോൾ ഓക്കെ സാർ നമുക്ക് ആൻസർ ഒന്ന് കാണിക്കാം. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അവിടെ ബാബറാണ് കേട്ടോ. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദിൻ. സാർ അടുത്ത ഒരെണ്ണം കൂടെ ഒന്ന് മാറ്റിക്കോ. വാട്ട് ഈസ് ദിൻ ഇ ഇലാഹി. ദിൻ ഇ ഇലാഹി എന്നാൽ എന്താണ്? ഓക്കെ, ദിൻ ഇ ഇലാഹി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യമായിട്ട് അങ്ങ് പ്രതീക്ഷിക്കാം എന്തായാലും. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻ. അതായത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അക്ബറിന്റെ ഒരു ദർശനമായിരുന്നു എന്തെന്ന് പറയുന്നത് ആക്ച്വലി ദീൻ ഇലാഹി എന്ന് പറയുന്നത്. പീസ് ടു ഓൾ അഥവാ സുൽഹ്, എല്ലാവർക്കും സമാധാനം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ സാറേ? നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് വേഗം ഒന്ന് കാണിക്കാം. ഓക്കെ, യെസ്, അതിന്റെ മലയാളമാണ് സാർ. മലയാളം ഒന്ന് വേഗം. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് എന്ത്? ദീൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അഥവാ ദീൻ ഇലാഹി എന്ന് പറഞ്ഞാൽ. സാർ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. നാളെ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇനി കാണിക്കാനായിട്ട് വെച്ചുവെക്കാനുണ്ട്. വെച്ചിരിക്കുന്നു. സാറിന്റെ തല പകുതി മുട്ടയടിക്കുന്നു, പകുതി മുടി വെക്കുന്നു. ഓക്കെ, ഈശ്വര വന്നില്ലെങ്കിൽ, ചോദ്യം വന്നില്ലെങ്കിൽ പോയി ദേ വന്നു. ഓക്കെ ഓക്കെ, സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ പകുതി എത്ര മാർക്കിന്? ഞാൻ വന്നില്ലെങ്കിൽ
റെൻസോ സാറ് മുട്ടയടിക്കും. വന്നാൽ ഞാൻ എന്റെ 2 മുടി പറിച്ച് കളയുന്നതായിരിക്കും. അതെ, 2 മുടി നിർത്തിയിട്ട് ബാക്കി. ഇല്ല. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സമ്പ്രദായം വിവരിക്കുക. ഓക്കെ, അപ്പോ പരീക്ഷയ്ക്ക് ഈ മൻസബ്ദാരി സിസ്റ്റം കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ അമരനായക സിസ്റ്റം, ഈ 2 എണ്ണത്തിന്റെയും കമ്പാരിസൺ എഴുതാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം കയറി വരാം. ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. സാർ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം, ആൻസർ നോക്കാം. സാറേ വായിച്ചോ. During the Mughal period, a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. Mansabdari was the military system implemented by Akbar for this ഈ purpose. ഒരു ആവശ്യത്തിനായിട്ട് അക്ബർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് എന്ത്? മൻസബ്ദാരി മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. സാർ അടുത്തോട്ട് പോവാം. According to this system, each officer had a regiment under him. The title Mansab refers to the number of cavalry each officer is required to maintain. Okay, the rank of the Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintain army paying directly from the state exchequer. ഓക്കെ സാർ അടുത്ത കാണിക്കാം. ഓക്കെ, മൻസബ്ദാർസ് were allotted land according to their land rank. അതായത് അവർക്ക് ഭൂമി പതിച്ച് നൽകിയിരുന്നു. അവരുടെ റാങ്കിനനുസരിച്ചിട്ടാണ്, ആ സ്ഥാനത്തിനനുസരിച്ചിട്ടാണ് ഈ ഭൂമി ഇതുപോലെ പതിച്ച് നൽകിയിരുന്നത്. ദ മൻസബ്ദാർ മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ദീസ് ലാൻഡ് അലോട്ടഡ് ദം. അതായത് ഇവർ ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. ആര്? നമ്മുടെ മൻസബ്ദാർമാർ. അപ്പോൾ ഈ ആർമി നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ചെലവും മറ്റു കാര്യങ്ങളും അവർ കണ്ടെത്തിയിരുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ള ടാക്സിൽ നിന്നാണ്. ദ സപ്പോർട്ട് ഓഫ് ദ നോബൽസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജൈം സ്ട്രോങ്ലി. അതായത് നോബൽസിന്റെയും അതേപോലെ പ്രഭുക്കന്മാരുടെ ഒക്കെ സപ്പോർട്ട് എന്ത് ചെയ്യണമായിരുന്നു? ഇത് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് ആവശ്യമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അതായത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് മൻസബ്? മൻസബ് എന്ന് പറഞ്ഞാൽ അതൊരു അറബി പദമാണ്. ഞാൻ അറബി പണ്ഡിതനൊക്കെ ആയതുകൊണ്ട് കുറെ നാള് ഗൾഫിലൊക്കെ അല്ലായിരുന്നത് കൊണ്ട് മൻസബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാങ്ക്, പൊസിഷൻ എന്നാണ്. അപ്പൊ ആ പദം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മൻസബ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ദ മിലിറ്ററി സോൾജേഴ്സ് അല്ലെങ്കിൽ ഗൾഫിൽ ഏത് മൻസബായിരുന്നു? ഞാൻ വെളിപ്പെടുത്താൻ മൻസബല്ലായിരുന്നു, മണ്ടനായിരുന്നു. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അതിന്റെ മലയാളമാണ്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം അതേപോലെ നിലനിർത്തുന്നതിനും ശക്തമായ ഒരു സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി നമ്മുടെ അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക വ്യവസ്ഥയാണ് ഇതെന്ന് പറയുന്ന മൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത്, നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസബ്ദാർമാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ചിട്ട് ഭൂമി എന്ത് ചെയ്തിരുന്നു? നൽകിയിരുന്നു. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഈ പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? അവർ ഈ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സൈനികരുടെയും അതേപോലെയൊക്കെ പ്രഭുക്കന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ സപ്പോർട്ട് കൂടിയേ തീരുമായിരുന്നുള്ളൂ. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് മൻസബ്ദാരി സമ്പ്രദായം അവിടെ നടപ്പിലാക്കിയത്. ഓക്കെ സാർ, നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ മുഗൾ ഭരണം എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോയാലോ? സെറ്റാക്കാം. ഓക്കെ, അപ്പൊ സാർ അടുത്ത സ്ലൈഡ് ഒന്ന് കാണിച്ചോളൂ. ഷോർട്ട് നോട്ട് ഓൺ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ ഭരണരീതി വിവരിക്കുക. ഓക്കെ, സാറിന് ഇഷ്ടമായിരുന്നു മുഗൾ എംപയർ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം മുഗളല്ലേ, ഇന്ത്യ അല്ലല്ലോ. ഈശ്വര, എന്തൊക്കെയാണോ പറയുന്നത്? ഓക്കെ, അടിയിലോട്ട് പോയാൽ മതി. അതെ, അപ്പോ സാർ നമുക്ക് സ്ലൈഡ് കാണിച്ചു കൊടുക്കാം. മുഗൾ കിങ്ഡം. ഓക്കെ, കോഡുണ്ടോ? ഈശ്വര. അപ്പോ സാർ ഇത് പറയുന്നതായിരിക്കുള്ളൂ, ഞാൻ പറയുന്നില്ല, സാറ് വായിച്ചു. ഓക്കെ, അപ്പോ മുഗൾ കിങ്ഡം അതായത് രാജ്യം പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരുന്നു. അതായത് സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. അതായത് സുബ, അതേപോലെ സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെ തട്ടുകളായിട്ട് എന്ത് ചെയ്തിരുന്നു? മുഗൾ ഗ്രാമം അവിടെ തിരിച്ചിരുന്നു. ഓക്കെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ? കോഡ് പറയണമെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞു സാർ ഇങ്ങനെ പറയണം കേട്ടാ. എന്താ? സാറേ എന്ന് വിളിക്കണം കേട്ടാ. സാറേ, ഗ്രാമവാസി. സു സ പ ഗ്ര. ഗ്രേറ്റ്, താങ്ക് യു. അതെ, എന്താണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായില്ല. സു എന്ന് പറഞ്ഞാല് സാറ് സൂസു എന്ന് വിളിച്ചു തന്നെ, സാറിനെ സൂസു എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്ന് പറഞ്ഞു. പർഗാന ഗ്രാമവാസി, ഗ്രാമവാസി.
കൊള്ളാം, ഗ്രേറ്റ്. ഒപ്പിച്ചതാണെങ്കിലും കുഴപ്പമില്ല. അതെ സാറേ, നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്തതിലേക്ക് പോവാം. വിശാൽ സാർ ഒരു സംഭവമാണ്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് അക്ബർ റെയിൻ ഇൻ ദ മുഗൾ റൂൾ സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ്. നെക്സ്റ്റ് പോയിന്റ്, ദ എംപറർ വാസ് സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. ഓക്കെ, ഇതിന്റെ മലയാളം പറഞ്ഞു തരാം സാർ, അടുത്തിലോട്ട് പോവാം. Okay, during the Mughal period, there was no separate court for administration of justice as today. Instead, the local religious scholars quasi-investigated and adjudicated the disputes. അവർ തന്നെയാണ് അത് തർക്കങ്ങളൊക്കെ തീർപ്പാക്കിയിരുന്നത്. Those who were dissatisfied with the decisions had the opportunity to complain directly to the emperor. Ministers and the head of the departments were appointed to advise the king on administrative matters. Okay, സാർ നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇതിലേക്ക് മലയാളം കൂടെ പറഞ്ഞു തരാം സാർ. മലയാളം ഒന്ന് കാണിച്ചു കൊടുക്കാം സാർ. മലയാളം ഒന്ന് പറഞ്ഞു കൊടുക്കുക വേഗം. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എല്ലാവരും ആലോചിക്കുക. ആ ഒരു ക്രമം അവിടെ ഉണ്ടായിരുന്നു. അടുത്തത്, രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തി തന്നെയായിരുന്നു. എല്ലാത്തിനും പവർ ആർക്കാ മക്കളെ? ചക്രവർത്തിക്ക്. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. എല്ലാം രാജാവിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ശ്രേണിയിലേക്ക് പോവാം. പകരം തദ്ദേശീയരായിട്ടുള്ള മതപണ്ഡിതന്മാരാണ്, അഥവാ ആരായിരുന്നു സാറേ? ഗാസിമാരാണ് തർക്കങ്ങൾ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചത്. അടുത്ത വായിച്ചു സാറേ. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നേരിട്ട് പരാതി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആരോട്? നമ്മുടെ ചക്രവർത്തി രാജാവ്. ഈ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകാനായിട്ട് മന്ത്രിമാരെയും പിന്നെ അതേപോലെ വകുപ്പ് അധ്യക്ഷന്മാരെയും ഉണ്ടായിരുന്നു. ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെയല്ലേ? അതെ, ഇപ്പോഴും അതേപോലെ തന്നെ ഓരോ മന്ത്രിമാരും ഓരോ വകുപ്പ് അധ്യക്ഷന്മാരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമുക്ക് അവിടെ പറയാനുള്ളത്. സാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. കിട്ടുമോ നോക്കാം. ഒരു ആക്ടിവിറ്റി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു 4 മാർക്കിന്റെയും ഒരു മാർക്കിന്റെയും, ചിലപ്പോൾ ഒരു 3 മാർക്കിന്റെയും ഒരു 2 മാർക്കിന്റെ ഒക്കെ ചോദ്യമായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ സാർ, ഒന്നാമത്തെ ചോദ്യം ഒന്ന് കാണിച്ചോളൂ അവിടെ. Who created Din-e-Ilahi? പറഞ്ഞു മക്കളെ, നമ്മൾ ആരായിരുന്നു ഇലാഹി സ്ഥാപിച്ചത്? ആരായിരുന്നു? കാണുന്ന പോലെ തന്നെ അക്ബർ. ആയിരുന്നു. യെസ് സാർ, അടുത്ത് കാണിക്കാം. ഓക്കെ, ഹു എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ എംപറർ? ആരാണ് മുഗൾ ഭരണം അവിടെ സ്ഥാപിച്ചത്? സ്ഥാപിച്ചത് ആരായിരുന്നു? ബാബർ ആയിരുന്നു കേട്ടോ. ഓക്കെ സാർ, നമുക്ക് അടുത്ത് കാണിക്കാം. ഹു എസ്റ്റാബ്ലിഷ്ഡ് ഇബാദത്ത് ഖാന? ആരാണ് ഇബാദത്ത് ഖാന സ്ഥാപിച്ചത്? അതും ആര് തന്നെയായിരുന്നു? അക്ബർ. നമ്മുടെ അക്ബർ തന്നെയായിരുന്നു. ഓക്കെ സാർ, നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി കുറച്ച് വലിയ ചോദ്യമാണ്. വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്? അതായത് മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിവരിക്കുക. ഇത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ഈ കൾച്ചറൽ ആയിട്ടുള്ള, അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതേപോലെ കൾച്ചറൽ ഇന്റഗ്രേഷൻ, ആ ഒരു ടോപ്പിക്കൊക്കെ എന്ത് ചെയ്തോളണം? കൃത്യമായിട്ട് അവിടെ ഫോക്കസ് കൊടുത്ത് നോക്കിക്കൊള്ളണം കേട്ടോ. എന്താ കാരണം, നമ്മൾ പ്രഡിക്ട് ചെയ്ത ചോദ്യങ്ങളൊക്കെ പലതും 10ാം ക്ലാസ്സിൽ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മുഗൾ കാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്യാം? വിവരിക്കുക. ഓക്കെ സാർ, അതിന് ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്കാലോ? യെസ് സാർ, കാണിച്ചു. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് പല തട്ടുകളായി തിരിച്ചിരുന്നു. നമുക്ക് നോക്കാം. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അതൊന്നും അതുപോലെ തന്നെ സാറേ, ഒരാളുടെ ജോലിയും വരുമാനം അനുസരിച്ചിരിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓഫ്. സാറിന് എത്ര വരുമാനം കാണും? അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സത്യമാണ്. അതെ, അടുത്തത്. Most of the people were farmers. Okay, caste system existed among them. Each caste had its own customs and rituals. അവർക്ക് അവരുടേതായ റിച്വൽസും കസ്റ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് വെയർ ദ ബേസിസ് ഓഫ് ദ എക്കണോമിക് പ്രോഗ്രസ്. അന്ന് പ്രധാനമായിട്ടും കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഓഫ് ദാറ്റ് ടൈം ഓർ ദ ടൈം. ഓക്കെ, അടുത്തത് സാർ, അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കൂ. ഓക്കെ സാർ, ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മിക്കവാറും നാളത്തെ പരീക്ഷയ്ക്ക് ഒരു ആക്ടിവിറ്റിയിൽ ഒരു വൺ വേർഡ് ചോദ്യമായിട്ട് ഇനി പറയുന്ന ഫസ്റ്റ് ലൈനിലുള്ള സെക്ഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അബുൾ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഐൻ അക്ബറി ദ റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. അതായത് ഐൻ-ഇ-അക്ബറി എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ അത് ആരുടെയാണ്? അബുൾ ഫസലിന്റെയാണ്. അതിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പറഞ്ഞിട്ടുണ്ട്. ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ്
എൻറിച്ചഡ് ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഈ കാർഷിക പുരോഗതിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവിടെ ചെയ്തിരുന്നു, അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ദ പേർഷ്യൻ വീൽസ് ആൻഡ് കനാൽസ് വെർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. പേർഷ്യൻ വീൽസും അതേപോലെ കനാൽസും, ഇതിന്റെ രണ്ടിന്റെ ഇമേജ് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സാർ അടുത്തതിലോട്ട് പോവാം. It increases the agricultural productivity and accelerated the trade and urbanization. Gujarat was the gateway of the foreign goods. Next point, the main export items were textiles, muslin, sugar and rice. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതായത് ജലഗതാഗതം ഇത് പ്രധാന മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഈ പുരോഗതി കൈവരിക്കാനായിട്ട് ജലഗതാഗതം എന്ത് ചെയ്തു, ഒരുപാട് അവിടെ സഹായിച്ചിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വർ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എക്സെട്ര. അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും പഠിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 4-5 പോയിന്റ്സ് എന്ത് ചെയ്യുക അവിടെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അതേപോലെ കൾച്ചറൽ ഇന്റഗ്രേഷൻ ഈ സെക്ഷനിൽ നിന്നൊക്കെ ചോദ്യം വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അപ്പോൾ മിനിമം ഒരു 4-5 പോയിന്റ് ഓരോ സെക്ഷനിൽ നിന്ന് അവിടെ പഠിച്ചു വെച്ചേക്കുക, നമ്മുടെ മെറ്റീരിയലൊക്കെ ഉള്ളതുപോലെ തന്നെ. സാർ ഇതിന്റെ മലയാളം അല്ലേ അടുത്തത്? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളിലായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. സാർ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കുകൾ തുടങ്ങിയവ അക്കാലത്ത് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എന്താ രേഖപ്പെടുത്തിയത്? വിവിധ തരം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന ആ ഒരു പ്രോസസ്. ഓക്കെ സാർ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ ഭരണകാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഓക്കെ, അടുത്തോട്ട് പോകാം സാറേ. നികുതി കൊടുത്തിരുന്ന കാലം വരെ സാർ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഭൂമിയിൽ നിന്ന് അവരെന്ത് ചെയ്തിരുന്നില്ല, ഒഴിപ്പിച്ചിരുന്നില്ല. പിന്നെ ജലസേചനത്തിനായിട്ട് നമ്മുടെ പേർഷ്യൻ ചക്രവും കനാലുകളും എന്ത് ചെയ്തിരുന്നു, വ്യാപകമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കണ്ടന്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ സാറേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, വാട്ട് ആർ ദ ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈൽസ് വിത്ത് പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദ മുഗൾസ്? ഇന്ത്യൻ വേർഷൻ വാസ്തുവിദ്യ ശൈലിയുടെ, ഇന്ത്യ പേർഷ്യ വാസ്തുവിദ്യ ശൈലിയുടെ സമന്വയത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ്. സാർ നമുക്ക് ആൻസർ കാണിച്ചു കൊടുക്കാം. പോയിട്ടുണ്ട് അവിടെയൊക്കെ? ഞാൻ പോയിട്ടില്ല, പോകാൻ ആഗ്രഹം. എന്തായാലും അധികം വൈകാണ്ട് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാറിന്റെ അതെ, ബാക്കി പറയണ്ട. ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ. നമുക്ക് താറെടുക്കാം. താജ്മഹലിന്റെ ടീയും ആഗ്രയുടെ കൊള്ളാം. എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ദ ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് വിത്ത് പേർഷ്യൻ സ്റ്റൈൽസ് ബ്രോട്ട് ഹിയർ ബൈ ദ മുഗൾ. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് എന്നവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ. സാറേ ഇതേപോലെ ആയിരിക്കും ഒരിക്കൽ ചോദ്യം വരുന്നത്. ഇത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറൽ സ്പിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് ഈ പറയുന്ന ആർട്ട്, കല, അതേപോലെ സാഹിത്യം, സാംസ്കാരിക തലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം നമുക്ക് തരും. എന്നിട്ട് ഇതിന്റെ അടിയിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുക്കും, എ എന്നും ബി എന്നും. ഓക്കെ, അതില് ആദ്യത്തെ ചോദ്യത്തിന് ഇത് 4 മാർക്കാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കൾച്ചറൽ പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ വിജയനഗര പീരീഡ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത്. അടുത്തത് ബി, ദ scholars adorned the court of കൃഷ്ണദേവരായ was known as.
ഇപ്പൊ എല്ലാവർക്കും ആൻസർ ഉണ്ടാവും. അതായത് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഡാഷ്. അപ്പൊ രണ്ടാമത്തേന് 1 മാർക്ക്, ഒന്നാമത്തേന് 4 മാർക്ക്. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇതേപോലത്തെ 8 ആക്ടിവിറ്റി നിങ്ങൾ എഴുതണം. 10 ആക്ടിവിറ്റി അവിടെ നിന്ന് തരും എന്തായാലും പരീക്ഷയ്ക്ക്. ഓക്കെ, സോ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത് ആരാണെന്നുള്ളതും അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രസ് എന്താണെന്നുള്ളതും നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നാണ് അവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഒക്കെ നമ്മളിപ്പോൾ വൈകാതെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കുള്ളൂ. സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് when and who was the വിജയനഗര ഡൈനാസ്റ്റി ഫൗണ്ട്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്, എപ്പോഴാണ്? സാറേ ഒരാളാണോ രണ്ടാളാണോ സ്ഥാപിച്ചത്? 10 പേരാന്ന് തോന്നുന്നു. ബെസ്റ്റ്, കൊള്ളാം. ഓക്കെ, അത് ആ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശാൽ സാറ് 2 പേരായിരുന്നു. ഉറപ്പാണോ? ഉറപ്പായിട്ടും ശരിക്കും അതിലൊരു പറയുന്നില്ല. ഓക്കെ, അപ്പൊ 2 പേരാണ് സ്ഥാപിച്ചത്. അതിൽ ഒരാള് ഓക്കെ സാർ നമുക്ക് കാണിച്ചു കൊടുക്കാം. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് അതിൽ കൃഷ്ണദേവരായ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അറിഞ്ഞിരിക്കുക. പക്ഷെ സ്ഥാപിച്ചത് 2 പേരാണ്. അതായിരുന്നു 1336 സിയിൽ ഹരിഹരനും അതേപോലെ ബുക്ക. ഹരിഹര ബുക്ക ആ ഒരു കാലഘട്ടത്തിൽ ഇവരാണ് വിജയനഗര സാമ്രാജ്യം അവിടെ സ്ഥാപിച്ചത്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു പാട്ട്, സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോ. ആ പാട്ട് കേട്ടത് ഓർമ്മയുണ്ടല്ലോ, വിജയനഗര സാമ്രാജ്യം കെമ്പഗൌഡ രാജാതി. സമ്മതിച്ചു കൊടുത്തേക്ക്. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പാട്ടും കേൾപ്പിച്ചു തന്നിരുന്നു. വിജയനഗര സാമ്രാജ്യം ഞാൻ കേട്ടില്ലല്ലോ സാറ്. സാറ് സ്റ്റാർട്ടിങ്ങിൽ അംബാനും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതിൽ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് വെറുതെ വെച്ചെന്നല്ല, അതെ കിട്ടിയില്ല പാട്ട്. അപ്പോ ഹൗ വാസ് ദ കൃഷ്ണദേവരായ റൂൾ? ഓക്കെ, കൃഷ്ണദേവരായരുടെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു നോക്കാം. ഓക്കെ, അപ്പൊ കൃഷ്ണദേവരായരുടെ ഭരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കി, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറൽ സ്പിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ ദ കൃഷ്ണദേവരായ. ഇതേ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത്? ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി ഇറുഡിഷൻ ആൻഡ് ദ ഓതേർഡ് ദ വർക്ക്സ് അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. കൂടാതെ ഹി പ്രൊമോട്ടഡ് തെലുങ്ക്, കന്നഡ, തമിഴ് ലിറ്ററേച്ചർ. ഇതിനൊക്കെ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. സ്കോളേഴ്സ് വെർ നോൺ ആസ് അഷ്ടദിഗജാസ്. അഷ്ടദിഗജനങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ. രണ്ടെണ്ണത്തിന്റെ ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അഷ്ടദിഗജനങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതരാണ് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത്. സാർ ഇതിന്റെ മലയാളം ഒന്ന് വേഗം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ സാറേ പറഞ്ഞു. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ. തലസ്ഥാന നഗരം ഏതാ? ഹംപി. നോട്ട് ചെയ്ത് വെച്ചോ. മാർക്കിന്റെ അടുത്തത് ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. ഓക്കെ, അടുത്തോട്ട് പോകാം സാറേ. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. അതെ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് മക്കളെ, കൃഷ്ണനും ദേവനും രായനും കൂടിയതാണ് എന്ത്? കൃഷ്ണദേവരായൻ. എല്ലാ ദൈവങ്ങളും അടങ്ങിയ ഒരു മനുഷ്യൻ. അപ്പൊ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കുറെ മതസഹിഷ്ണുതയായിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആർട്ട്, ലിറ്ററേച്ചർ ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈസി. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് നോക്കിക്കോ, കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. കാരണം എന്താ? അയാൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, നമ്മുടെ എന്താ വിശാൽ സാർ ഇതേപോലെ ഒരു കലാകാരനാണ്. കലയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു കലാകാരനാണ്. കല കാണിക്കണോ? വേണ്ട സാറേ. ഇത് എന്താണെന്നറിയോ? ഇത് കാണുന്ന പോലല്ല, ഒന്ന് നീങ്ങുന്നതാണെങ്കിൽ. എന്താ ബോംബാണോ? കൃഷ്ണദേവരായർ വന്നോണ്ട് ഊതു കേട്ടോ. നമുക്ക് വിളംബരം നടത്തി രാജാവിനെ സ്വീകരിക്കണം. ഇതെന്താന്ന് മനസ്സിലായില്ല? ഇല്ല. കൃഷ്ണദേവരായരെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വിളംബരം നടത്തി ഒരു ഊത്തൊക്കെ ഊതി സ്വീകരിച്ചാലോ? വേണോ? വേണ്ട, ഒന്ന് കാണിച്ചു. എന്തായാലും എടുത്തോ സാർ. മതി. എന്താണത്? ഇതും കൃഷ്ണദേവരായരും എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. അസാമാന്യ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗജനങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിന് എന്ത് ചെയ്തു? അലങ്കരിച്ചിരുന്നു. അറിഞ്ഞിരിക്കുന്നു. നല്ലതാ കേട്ടോ.
സത്യം സാറ് രാവിലെ ഗുളിക കഴിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കും. സാറ് രാവിലെ ഗുളിക കഴിച്ചില്ലല്ലോ. ഗുളിക കഴിക്കാത്ത ആരൊക്കെയാണെന്ന് അറിയാം. ഞാൻ കാര്യം സത്യം പറയും. എന്താണ് സാറിന് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു വിട്ടാണ്. അല്ല 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 അല്ല, ഓടിച്ചു വിട്ടാണല്ലേ. നമ്മള് രണ്ടുപേരും നാട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ. എന്റെ നാട്ടിൽ അടുത്ത് തന്നെയാണ്. അത് ഓക്കെ സാർ, അടുത്ത ചോദ്യം കാണിക്കാം. വിജയനഗര കൺട്രി വാസ് ഡിവൈഡഡ് ഇൻടു ഹൗ മെനി പാർട്സ്, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 2 മാർക്കിന്റെ ഒരു സെക്ഷൻ ആയിട്ട് ഇത് കയറി വരാം. ഓക്കെ, വിവിധ ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻടു, സാർ കാണിക്കൂ, മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമം. ഓർമ്മയുണ്ടല്ലോ, നമ്മളിത് ഡോറയുടെ ടോണിലൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ വെച്ചിട്ട് കുത്തിയിരുന്നങ്ങ് പഠിച്ചത്. അതായത് രാജ്യത്തെ എന്തൊക്കെയാണ് സാർ ഡിവൈഡ് ചെയ്തത്? മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമം. ഓക്കെ സാർ, ഇതിന്റെ മലയാളം ഒന്ന് കാണിച്ചു കൊടുക്കാം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. സ്വാഭാവികം, പണ്ടുള്ള രാജാക്കന്മാരൊക്കെ രാജവാഴ്ചയായിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം അഥവാ ജില്ല, ഓക്കെ, ഉപജില്ല, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അതെ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ആ ഒരു പി അതാണ് ഓർമ്മ വരുന്നത്. ഇനി എടുക്കരുത് കേട്ടോ. ഇനി വേണ്ട, മാറ്റി. നമ്മുടെ ഫാസിൽ സാർ വരെ പേടിച്ചു കേട്ടു. സാറിന്റെ ചെവിയിൽ ഊതിയ മതിയായിരുന്നു. അതെ, അന്നേലും നാളെത്തൊട്ട് വരൂലായിരുന്നു. ഓക്കെ സാർ, അടുത്ത കാണിക്കാം. വിജയനഗര സ്റ്റൈൽ ഓഫ് ദ സ്കൾപ്ചർ വാസ് ജൈജാന്റിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ്. വിജയനഗര നഗരയുടെ ഭീമാകാരങ്ങളായിട്ടുള്ള ക്ഷേത്ര കവാടങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഡാഷ്. ഓക്കെ, ആൻസർ എല്ലാവരും വീഡിയോ, എല്ലാ നഗരത്തിനും സംഭവം ഉണ്ടാവും. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തിട്ട് വന്ന് വേഗം ആരാദ്യം ഇതിന്റെ ആൻസർ കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നോക്കാം. ഇനി ആൻസർ സാറേ സ്ലൈഡ് കാണിച്ചോളൂ. ഗോപുരം അഥവാ ഗോപുരങ്ങളാണ് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് സാറേ അടുത്ത കാണിച്ചോ. ഹൂ ഈസ് കുതിരച്ചെട്ടി? ആരാണ് കുതിരച്ചെട്ടികൾ എന്ന് പറയുന്നത്? സാർ, എനിക്ക് ചെസ് കളിക്കുമ്പോൾ സാറിന് ചെസ് കളിക്കാൻ അറിയോ? ഇല്ല, എനിക്കറിയില്ല. കോണിയും പാമ്പ് കളിക്കാറില്ല. കോണിയും പാമ്പ് നല്ലതാ. കളി കോണിയും പാമ്പ്. അതെ, സാറിന്റെ മറ്റേ എന്താണ് 98-ൽ എത്തുമ്പോ വിഴുങ്ങുന്ന ഒരു പാമ്പ് ഉണ്ടായില്ലേ? 98 അതൊക്കെ ഞങ്ങൾ മുറിച്ച് മാറ്റി. ഇപ്പൊ ന്യൂജൻ കാലഘട്ടോ, പാമ്പേ ഇല്ല, കോണി മാത്രമേ ഉള്ളൂ. കയറി പോകും. നല്ലതാ കേട്ടോ. കയറി പോകുമ്പോ എവിടെ എത്തുന്ന ആലോചിക്കണം. 100-ല് അതെ. സാറിന്റെ ചെസ് എങ്ങനെയാ? വെട്ടി. ചെസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരുവാണ് കുതിര എന്ന് പറയുന്നത്. ഓക്കെ, അറിയില്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. കളി അറിയില്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുതിരയാണ്. അറ്റാക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മുടെ കുതിര വെച്ചിട്ടാണ്. അത് ആക്ച്വലി നമ്മൾ കുതിരച്ചട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. സാറിന് അറിയോ എന്താണ് കുതിരച്ചട്ടികൾ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആകെ അറിയാവുന്നത് കുതിര ചട്ടിയുടെ പുറത്തിങ്ങനെ വെച്ചിട്ട് കുതിരേ മീനോ എന്ന് പറയൂലേ, അതുപോലെ തന്നെ. അങ്ങനെയാണോ? കുതിര ചട്ടിയുടെ പുറത്ത് വെച്ചിട്ട് ആലപ്പുഴയിലൊക്കെ അങ്ങനെയാണോ സാർ? അങ്ങനെയാണ്. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വാസ് നോൺ ആസ് കുതിരച്ചട്ടീസ്. ഞാൻ പറഞ്ഞ തന്നെയാ. കുതിര കച്ചവടത്തിൽ ഏർപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരയെ തല വെച്ചിട്ട് കുതിരേ എന്ന് പറഞ്ഞിട്ട് പോവാ. നല്ലതാ, ഓർക്കാൻ ഒരു വഴി പറഞ്ഞതാ. അതെ, അപ്പൊ കുതിരനെ വിൽക്കുന്ന ആൾക്കാരാണ് എന്ത് കുതിരച്ചട്ടികൾ എന്നവിടെ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ മിഷേൽ സാർ ഗംഭീര കോഡം ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞത്. ഓക്കെ, ഓരോന്ന് പറയുമ്പോഴേ ഞാൻ അറിയാണ്ട് മിഷേൽ സാറിനെ നോക്കി പോവാണ്. വേറെ ഒന്നും അല്ല, ആ പി എപ്പോഴാണ് എടുക്കുന്നത് എനിക്കൊരു പേടിയുണ്ട് സത്യമായിട്ടും. ഓക്കെ, എടുക്കരുത്. സാർ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 15ാമത്തെ ചോദ്യം. ഹൂ ആർ നോൺ ആസ് അമരനായകാസ്? ആരാണ് അമരനായകർ എന്ന് പറയുന്നത്? ആരാണ് നോക്കാം. ചിലപ്പോ ഒരു കമ്പാരിസൺ പരീക്ഷയ്ക്ക് ചോദിക്കാം. എങ്ങനെ? അതായത് കമ്പയർ അമരനായക സിസ്റ്റം ആൻഡ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ചോദിക്കുകയാണെങ്കിൽ പകുതി മുടി ഓൾറെഡി പോയി കിടക്കുക. ആരാണ് അമരനായകർ എന്ന് നമുക്ക് നോക്കാം. ദ മിലിറ്ററി കമാൻഡേഴ്സ് were known as അമരനായകാസ്. The king allotted lands known as അമർ. The administration of the Amar was carried out by അമരനായകാസ്. അതായത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആരാ? അമരനായകന്മാരാണ്. അമരനായകാസ് had the right to collect tax from these areas. അതായത് ഈ അമരനായകർക്ക് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സാർ, അടുത്ത സ്ലൈഡിലോട്ട് പോകാം. The അമരനായകാസ് paid a fixed amount to the king. They also maintained a certain number of foot soldiers, infantry, horses and elephants. മലയാളം പറഞ്ഞു തരാം, പേടിക്കണ്ട കേട്ടോ. ഈ ഒരു സിസ്റ്റത്തെയാണ് എന്തറിയപ്പെട്ടിരുന്നത്? അമരനായക സിസ്റ്റം. ആ മൻസബ്ദാരി സിസ്റ്റം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ അമരനായക സിസ്റ്റം. നായകന്മാരെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സോൾജിയേഴ്സ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മലയാളത്തിൽ അങ്ങനെ പറയില്ലേ? അപ്പൊ ഓർത്ത് വെക്കുക, അമരനായക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോൾജിയേഴ്സ് ആയിരിക്കും. ഓക്കെ സാർ, ഇതിന്റെ മലയാളം കാണിച്ചു കൊടുക്കാം വേഗം. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് നായകന്മാരും അമരനായകന്മാരുമായിരുന്നു. സൈനിക മേധാവികൾ അമരനായകർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിരിക്കുന്ന ആളുകൾ അമരന്മാർ. കാരണം അമരം അവർക്ക്
പ്രവേശം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാർ. സ്വാഭാവികം. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. സാറേ അടുത്തയിലേക്ക് പോവാം. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. കാരണം എന്താ? അവർ സോൾജിയേഴ്സ് ആണ്, അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോ കുതിരപ്പുറത്ത് ഡഗ് 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 എന്ന് പോവാം. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ് ഉണ്ടോ? അടുത്ത സ്ലൈഡിലേക്ക് പോവാം സാറേ. യെസ് സാറേ, വായിച്ചോ. ഹൗ വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വിജയനഗര? ഇമ്പോർട്ടന്റ് ആണ്, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട്. വിജയനഗര സംവിധാനം എങ്ങനെയുള്ളതായിരുന്നു? പാടത്തിൽ നിന്ന് മാത്രമേ ചോദ്യം ഉള്ളൂ എന്ന് തോന്നുന്നു. സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ സാറേ, ഈ ചാപ്റ്ററിൽ നിന്നുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു. ലീക്കായോ? കിട്ടിയ സാധനം അതാണ് ഞാൻ എനിക്ക് രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആർക്കും പേപ്പർ ലീക്കായി മോനെ. ഓക്കെ, അപ്പോൾ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു? അവിടെ നേരത്തെ പറഞ്ഞ പോലെ മൊണാർക്കി അഥവാ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ട പോലെ രാജ്യത്തെ നാട്, മണ്ഡലം, പിന്നെ അതേപോലെ സ്ഥല, ഗ്രാമ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാനായിട്ട് ആരുണ്ടായിരുന്നു? ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, മന്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ സാർ, അടുത്തോട്ട് പോവാം. ഓക്കെ. The king has the power to demote and punish the ministers. മന്ത്രിമാരെ എന്താ അവർക്കായിരുന്നു അധികാരം. എന്തിന്? ശിക്ഷിക്കാൻ. അതെ, രാജാവിന് അധികാരം ഉണ്ടായിരുന്നു. എന്തിന്? മന്ത്രിമാരെ തരം താഴ്ത്താനും അതേപോലെ പണിഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു. There was a court at the various level, the administration of justice. നീതി നിർവഹണത്തിനായിട്ട് പല തലങ്ങളിൽ അവിടെ കോടതികൾ ഉണ്ടായിരുന്നു. The appellate authority was the king himself. അതായത് രാജാവായിരുന്നു അവിടെ എന്ത് ചെയ്തത്? അതോറിറ്റി ആയിട്ടുണ്ടായിരുന്നു, അപ്പീൽ അധികാരിയായിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പോയിന്റ്, മൈനർ ഓഫൻസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് were dealt with the village court themselves. അതായത് ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ അത് ഗ്രാമ കോടതിയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? അത് അവിടെ പരിഹരിച്ച് അവിടെ തീർക്കുമായിരുന്നു. ഓക്കെ സാർ, വേഗം തന്നെ മലയാളം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വായിക്കുന്നില്ല. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഫുള്ളായിട്ട് നോക്കണമെന്നില്ല, കാരണം ഇപ്പൊ ഞാൻ അതിന് മലയാളം പറഞ്ഞു കാണുന്നതാണ്. അപ്പോൾ പറഞ്ഞതാണ്. യെസ്, അപ്പോൾ മണ്ഡലം, നാട്, സ്ഥലം ഇന്നങ്ങനെയൊക്കെ തിരിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടായിരുന്നു. സ്ഥലത്തിലോട്ട് പോവാം. മന്ത്രിമാരെ താഴ്ത്താനൊക്കെ ആർക്ക് അധികാരമുണ്ട്? രാജാവിനായിരുന്നു. നീതി നിർവഹണത്തിന് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പീൽ അധികാരി ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, യെസ്, സന്തോഷമായില്ലേ? വേഗം തീർന്നു. ഫസ്റ്റ് ചാപ്റ്റർ അങ്ങ് എളുപ്പത്തിൽ തീർന്നു. ഇതേപോലെ സ്പീഡായിട്ട് നമുക്ക് ബാക്കി. എങ്ങനെയുണ്ട് സാർ ഇത്? ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നത്. ആരാ ചെയ്തത്? സാറാണോ? എങ്ങനെയുണ്ട്? അടിപൊളിയായി. ഇനി വേറൊരു സാധനം കാണിച്ചുതരാം. സാറിന്റെ കല്യാണോ? അലങ്കരിച്ച്. അതെ, ഇതേപോലെയാണല്ലോ. ഓക്കെ, ഇത് ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയാം പറയുന്നത്? ഇതിന് AI കല്യാണം എന്ന് പറയും. AI കല്യാണം എന്ന് പറയും. മനസ്സിലായോ എന്താന്നുള്ളത്? മനസ്സിലായില്ലല്ലോ. സാർ വിശദീകരിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. എന്ത് മണ്ട വേണം? വികസിക്കാനുണ്ട്. രാവിലെ കുളി കഴിക്കാൻ വന്നിട്ട് മണ്ട വേണോ? എന്ത് പറയാനാ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഇനി ഞാനാ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ക്രിയേറ്റിവിറ്റി കാണിച്ചു തരാം. ഒന്ന് കണ്ണു കണ്ണടച്ച് തുറക്കട്ടെ. എങ്ങനെയുണ്ട്? കണ്ട പാഠത്തിന്റെ പേര് വന്നു. അതെ, മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിനൊക്കെ മുമ്പ് ഈ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സാർ, ഞങ്ങൾ അങ്ങോട്ട് തട്ടാൻ വഴിയുണ്ടോ? ഞങ്ങൾ അരികുവൽക്കരിക്കാൻ വഴിയുണ്ടോ? അതെ, അരികുവൽക്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അരികുവൽക്കരണം ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അരികുവൽക്കരിക്കും ഞാൻ. പേടിപ്പിക്കല്ലേ? അപ്പൊ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കി വരാം. ഓക്കെ സാർ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഭക്തി മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആൽവാഴ്സ് സ്താനേഴ്സ്, അത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. നോക്കണം കേട്ടോ. അനുഭവ മണ്ഡപം, ബസവണ്ണ നോക്കിയേക്കണം അവിടെ. സാർ അടുത്തിലോട്ട് പോവാം. ഇനി ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെ? അടുത്തത് 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? കബീറും ഗുരുനാനാക്കും. ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്, പിന്നെ സൂഫി പ്രസ്ഥാനം അഥവാ സൂഫി മൂവ്മെന്റ്. ഓക്കെ, ഇത്രയും കണ്ടന്റുകളേ ഉള്ളൂ. ഇപ്പൊ എന്തിനാ വെറുതെ കൈവക്കി? സൂഫി ഡാൻസ് കണ്ടിട്ടില്ലേ? കൊള്ളാം. ഓക്കെ, അവന്റെ പാട്ടും കൂടെ പാടി കളിക്കണോടല്ലോ. ലാസ്റ്റ് എന്തായാലും കളിയുണ്ട്. ഓക്കെ, തിരിച്ചു വരാം. കളിയുണ്ട്. ഓക്കെ, അപ്പൊ മറ്റേ സൂഫി ഡാൻസ് കളിക്കണം. സാറ് കളിക്കും. എനിക്കറിയാവുന്ന ഞാൻ കളിക്കും. അതെ സാർ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാലോ. ഒരു സ്ലൈഡ് കൂടെ മാറ്റിക്കോ സാറേ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത്. സാറേ, എന്താണ് ഭക്തി എന്നറിയോ സാറിന്? ഇല്ല. സാറിന് ഭക്തി ഉണ്ടോ? ഭക്തിയില്ല. ഭക്തിയില്ല. അപ്പോൾ ഏത്തിസ്റ്റ് ആണോ?
എത്തിസ്റ്റാണ്. അതെ. ഓഫ്, ആദ്യമായിട്ടാണ് അതെ, പള്ളി പോകുന്ന എത്തിസ്റ്റിനെ ഞാൻ ആദ്യം. അല്ല, അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ എത്തിസത്തിലേക്ക്. നല്ലതാ. അപ്പോൾ നോക്കാം. ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ട ദൈവത്തിനെ സ്വയം സമർപ്പിക്കലാണ് എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭക്തി പ്രസ്ഥാനം? ഈ ഒരു കാര്യത്തിൽ നിന്ന് ഉടലെടുത്ത് വന്ന ആശയങ്ങളാണ് എന്ന് പറയുന്നത് ആക്ച്വലി ഭക്തി മൂവ്മെന്റ് അഥവാ ഭക്തി പ്രസ്ഥാനം എന്നവിടെ പറയുന്നത്. ഓക്കെ സാർ, നമുക്ക് ആൻസറിലോട്ട് പോവാം. ആൻസർ: the composition and the singing of devotional songs in vernacular language, deep devotion to the beloved deity, equal participation of women, access to all irrespective of caste, love and submission to God. സാർ അതിനെ മലയാളം കാണിച്ചു കൊടുക്കാം. ഓക്കെ, അതായത് പ്രാദേശിക ഭാഷകളിലാണ് അവർ കീർത്തനങ്ങളും രചനകളും എന്ത് ചെയ്തിരുന്നത്, അവിടെ രചിച്ചിരുന്നതും അതിൻ്റെ ആലാപനമൊക്കെ പ്രാദേശിക ഭാഷകളിലായിരുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയായിരുന്നു മറ്റൊരു പ്രത്യേകത. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്തിരുന്നു, അവിടെ പ്രവേശനം നൽകിയിരുന്നു. ആക്ച്വലി ഇത് വരാൻ തന്നെയുള്ള ഒരു കാരണം സമൂഹത്തിലെ താഴെക്കടയിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും അത് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. സോ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ സാർ, അടുത്ത ചോദ്യം സാർ വായിച്ചോളൂ. സാർ ഒരു പ്രാവശ്യം മാറ്റിക്കോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഹു വെയർ നോൺ ആസ് ആൾവാർസ് ആൻഡ് നേനാർസ്? ആരാണ് ആൾവാറും നേനാർമാരും? ആരാ നോക്കാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദീസ് ഭക്ത പോയിറ്റ്സ് വെർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ആൾവായ്സ്. നമ്മൾ പറഞ്ഞു ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ദൈവത്തോടുള്ള ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ആ ഒരു സമർപ്പണമൊക്കെയാണ്. ഭക്തി കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഹരഹര പാട്ട് പാടും. അപ്പോ ഇല്ലേ, നാട്ടിലൊക്കെ അങ്ങനെ പാടാറുണ്ട്. അപ്പൊ ഭക്തി കൂടുമ്പോ ആളുകൾ പാട്ട് പാടും. അപ്പൊ ഭക്തി കൂടുമ്പോ ദൈവത്തോടുള്ള താല്പര്യം വരും, പാട്ടൊക്കെ പാടി അങ്ങനെ ഉഷാറാവും. അപ്പൊ രണ്ട് വിഭാഗമുണ്ട്, ആൾവാറും നേനാർമാരും. വിഷ്ണു എന്ന് പറഞ്ഞൊരു ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി നന്നായിട്ട് ഭക്തിയൊക്കെ പുലർത്തി മുന്നോട്ട് പോകുന്നവരാണ് എന്ത്, ആൾവാർസ്. നേനാർമാരെന്ന് പറഞ്ഞാൽ അതേപോലെ ശിവഭക്തരാണ്. എനിക്ക് ഭക്തിയുള്ള രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ രണ്ട് വിഭാഗങ്ങളുണ്ട് ഈ ഭക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഒന്ന്, ചിലർ സീസണൽ ഭക്തരുണ്ടാവും സാറേ. നമ്മുടെ ഈ ക്ലാസ് കാണുന്ന ചിലരൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഐ തിങ്ക് ചിലപ്പോൾ നമ്മുടെ ഫാസിൽ സാർ അങ്ങനെ ആയിരിക്കുള്ളൂ. അതായത് പരീക്ഷയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭക്തി ആയിരിക്കുള്ളൂ. ഈശ്വര, എനിക്ക് വേണ്ടി എന്താണ് എന്നെ കഴിയണമേ, എനിക്ക് ഈ പരീക്ഷ മിന്നിച്ച് എഴുതാൻ പറ്റണമേ. അതേപോലെ ഭയങ്കര പ്രാർത്ഥന ആയിരിക്കുള്ളൂ. പ്രത്യേകിച്ച് പരീക്ഷ കാണുമ്പോൾ ഈ ഭക്തി അങ്ങോട്ട് കൂടും. പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറയും. ഞങ്ങളുടെ ഇതിലുണ്ട്, അങ്ങനെ ഉണ്ട്. നോമ്പ് വരുമ്പോ മാത്രം പള്ളിയിൽ പോവാ ഫാസിൽ സാർ. അതെ, അത് കഴിയുമ്പോ വീട്ടിലിരിക്കാം. അതെ, ഞങ്ങളെ കയ്യിൽ പെട്ടതാ. അത് ശരി. എന്നിട്ടാണ് പ്രസ്ഥാനം. ഭക്തി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭക്തി ഇല്ല. അതെ, ഞാൻ എല്ലാ ദിവസവും ഉച്ചക്ക് അപ്പം ചൂടാൻ പോകുന്നു. അതെ, എനിക്ക് സംശയമുണ്ട്. ഒരു ദിവസം ഞാൻ പുറകെ പോയി നോക്കിയിട്ട് പറഞ്ഞുതരാം. ദ ഭക്തർ പോയിറ്റ്സ് വർ ഡിവോട്ടി ഓഫ് വിഷ്ണു നോൺ ആസ് ആൾവാർസ്. വിഷ്ണു ഭക്തരും ആഴ്വാന്മാരാണ് വിഷ്ണു ഭക്തർ എന്നറിയപ്പെട്ടിരുന്നത്. നായനാർമാർ എന്നറിയപ്പെട്ടിരുന്നത് അവിടെ ശിവഭക്തരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു മാർക്കിന്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് സാറേ മൂന്നാമത്തെ ചോദ്യം കാണിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അനുഭവ മണ്ഡപം. ഞങ്ങൾക്ക് ഒരു മണ്ഡപമേ ഉള്ളൂ. അതെ, കല്യാണ മണ്ഡപം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ മണ്ഡപമേ ഉള്ളൂ. ഇതെന്താ മണ്ഡപമാണോ? അതെ, ഇത് അനുഭവങ്ങളുടെ മണ്ഡപമാണ്. സാറിന് ഒരുപാട് അനുഭവം ഇല്ലേ കല്യാണത്തിന് പോയിട്ട്? വിളിക്കാത്ത കല്യാണത്തിന് ചോറ് കഴിച്ചു കല്യാണ മണ്ഡപം. അതെ, പുള്ളിക്കാരൻ അങ്ങനെ കേട്ടോ. ആലപ്പുഴയിലൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇല്ലേ, പുതിയതായിട്ട് അടിച്ചിറക്കുക. ആലപ്പുഴക്കാര് ഞാൻ പറഞ്ഞോ, എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം സാറ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളവിടെ കല്യാണങ്ങളൊക്കെ ചിലപ്പോൾ ഹൗസ് ബോട്ടിലൊക്കെ നടത്താറുണ്ട്. അവിടെയൊക്കെ അറിയാത്ത പോലെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൽ വെറുതെ കയറ്റിവിടല്ല ആളുകളെ. പിന്നെ എൻ്റെ അടുത്ത് 10,000 രൂപ കൊടുക്കണം. സാർ, നമുക്ക് അടുത്ത സ്ലൈഡ് ആൻസറിലോട്ട് പോകാം. അനുഭവ മണ്ഡപം എന്താണെന്നുള്ളത്. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ആരാണ്? ബസവണ്ണ. In the 12th century CE, അല്ലാം പ്രഭു അക്ക മഹാദേവി led the discussion in the അനുഭവ മണ്ഡപം. ഓക്കെ, ഈ പേരുകളൊന്നും നമുക്ക് തിരഞ്ഞേക്കണം. അല്ലാം പ്രഭു അക്ക മഹാദേവി. സാർ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. Everyone was allowed to participate in the discussion irrespective of caste and gender. People used to come to Anubhav Mandapam for a spiritual discussion and renewal knowledge. In Malayalam പറഞ്ഞു തരാൻ പേടിക്കണ്ട. The ideas was emerged of the discussion were conveyed to the people in the name of vajanas. അതായത് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ആശയങ്ങളെല്ലാം പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വചനങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. സാർ, നമുക്ക് മലയാളം നോക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം.
അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് മണ്ഡപം കല്യാണ മണ്ഡപം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിയിരുന്നത്. മണ്ഡപത്തിൽ എത്തിയിരുന്നു. ഞാൻ പോയി പഠിച്ചിട്ട് വരേണ്ട അവസ്ഥ. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. സാറ് പണ്ട് അനുഭവ മണ്ഡപത്തിലൊക്കെ പോയിട്ടുണ്ട്? ഞാൻ അനുഭവ മണ്ഡപത്തിലില്ല. ഈ മറ്റേ ആദ്യം പറഞ്ഞ രണ്ടാളുകൾ തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടാക്കിയ സംഭവം തോന്നി ചിലപ്പോ അനുഭവ മണ്ഡപം. അനുഭവം പറയല്ലേ സാറേ, ഏത് വഴിക്ക് വരുമെന്ന് അറിയില്ല. അതെ. അടുത്തത് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നാലാമത്തെ, വാട്ട് ആർ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്? അതായത് ഈ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഇമ്പോർട്ടന്റ് ചോദ്യം കേട്ടോ. വീരശൈവ കേട്ടോ. അല്ല, ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്. എന്താണ്? ഫാസിൽ സാറിന് അറിയാം പാട്ട്? ഏത് പാട്ട്? വീരശൈവം. ഇല്ല, നമുക്ക് ഉത്തരത്തിലേക്ക് റിസ്ക് എടുക്കണ്ട, കാരണം അവർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യത ഉറപ്പായിട്ട്. അപ്പോ വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ച ആരാന്നറിയോ സാർ? എനിക്കറിയില്ല. അറിയില്ല. നമുക്ക് ആൻസറിലോട്ട് പോകാം. നേരെ പോവാം. ഓക്കെ, കാരണം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇത്ര ഓർമ്മശക്തി ഇല്ലാത്ത the Brahminical supremacy and authenticity of the Vedas were questioned. Okay, രണ്ട്, the peoples were educated against the caste discrimination and discrimination against the woman. Monotheism was encouraged. അതായത് ഏകദൈവ വിശ്വാസം അവിടെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ബസവണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗുരുനാനാക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മോണോതെസിസം, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിന്റെയും അതേപോലെ അധ്വാനത്തിന്റെയും ജോലിയുടെയൊക്കെ മഹത്വത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച വ്യക്തിയാണ്. He opposed the child marriage and encouraged the marriage after puberty and widow remarriage. ഓക്കെ, അത് പ്രോത്സാഹിപ്പിച്ചു. ലാസ്റ്റ് പറഞ്ഞ കാര്യം, ആദ്യത്തെ ഈ ചൈൽഡ് മാരേജിന് എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ എതിർത്തു എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ് എന്റെ സൈഡിൽ നിൽക്കുന്നത്. സാർ നമുക്ക് അടുത്തിലോട്ട് ഓക്കെ. സാർ ഇതിന്റെ മലയാളം വായിച്ചു. വേദങ്ങളുടെ പ്രാമാണികതയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തെയും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹത്തെ, വിധവാ പുനർവിവാഹം എന്നിവ അനുകൂലിച്ചു. അതെ, ശൈശവ വിവാഹത്തെ എതിർത്തു. പിന്നെ എന്ത് കൊണ്ടുവന്നു? പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ അനുകൂലിച്ചു. അതെ, പ്രായപൂർത്തി വിവാഹം, ഇത് വാർദ്ധക്യ വിവാഹം അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കണം. നല്ല ലാസ്റ്റ് വരും, പടം വരും. അപ്പം കാണാറൊക്കെ വയസ്സ് 101ാമത്തെ വയസ്സിലെടുത്ത പടം വരാനുണ്ട്. സാർ അടുത്തിലോട്ട് പോകാം നമുക്ക്. അടുത്തത്, കബീർ ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി എക്സ്പ്ലെയിൻ. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. വിവരിക്കുക, വിശദമാക്കുക. അതായത് ഈ കബീറിനെ പറ്റിയിട്ട് സാർ എപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്? ഇപ്പോഴാണോ അത് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ മീൻകാരൻ കബീർക്കാൻ മാത്രമേ അറിയുള്ളൂ. മീനോ അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. കബീറിന്റെ ദോഹകളൊന്നും മറ്റേ ഹിന്ദിയിൽ പഠിച്ചിട്ടില്ല. ദോഹ ആകെ ഞങ്ങൾക്ക് ദോശ മാത്രമേ അറിയുള്ളൂ. എന്റെ മോനെ, അതായത് ദോഹ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ഒരു ദോഹ ഉണ്ട്, ഞാൻ പറയട്ടെ. ഖത്തറിന്റെ തലസ്ഥാനമാണ് ദോഹ. നമുക്ക് ഇവിടുത്തെ ദോഹ എന്താണെന്ന് ഇവിടുത്തെ ദോശ. കബീർ ദ പ്രൊപ്പഗേറ്റർ ഹിസ് ഐഡിയാസ് ത്രൂ ദ ഹാൻഡ്സ് നോൺ ആസ് ദോഹ. അതായത് അദ്ദേഹം രചിച്ചിരുന്ന കീർത്തനങ്ങളെല്ലാം ഏത് പേരിലാണ്? ദോഹ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കബീർസ് ദോഹാസ് were very popular with the masses as he composed his hymns in language that common people could understand. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷകളിൽ ഇത് എഴുതിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ദോഹകളൊക്കെ ഇത്ര ജനപ്രിയമായിട്ട് അവിടെ മാറിയതും എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയതും. കബീർ stood for ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അതായത് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കബീർ നിലനിന്ന ആളാണ്. ഓക്കെ സാർ, അടുത്തിലോട്ട് പോവാം. He reminded that the Hindus and Muslims were the two vessels made of the same soil. അതായത് ഒരേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ രണ്ട് പാത്രങ്ങളായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള സംഭവം പറഞ്ഞത് അറിഞ്ഞിരിക്കുക. He argued that the caste system, untouchability, religious rituals, post-death rites, ഐഡിയൽ വേർഷിപ്സ് എക്സെട്ര വേർ മീനിങ്ലെസ്. ഈ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം അർത്ഥശൂന്യമാണെന്ന്, അർത്ഥമില്ലാത്ത കാര്യം ബാധിച്ചു. കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എക്സെട്ര. അതായത് ആക്ച്വലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു?
അദ്ദേഹം അതിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് ഡിസ്ക്രിമിനേഷൻസ്, പല രീതിയിലുള്ള വേർതിരിവുകൾ ഒന്നും ആവശ്യമില്ലാത്തതാണ്. അതേപോലെ മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ, പാരമ്പര്യം, ആ കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ സാർ, നമുക്ക് ഇതിന്റെ മലയാളം വായിക്കാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശ് ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രവാചകനായിരുന്നു കബീർ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് കബീർ. That is the main point in this slide. എന്താണ് മക്കളെ? കബീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. പേര് കേട്ടാൽ പേര് മുസ്ലിമിന്റെ പേരല്ലേ. അപ്പൊ അദ്ദേഹം ആ കബീർ മുസ്ലിം ഹിന്ദു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഐക്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചത്. ഒരേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദു മുസ്ലിമാനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകള്, മരണാനന്തര ചടങ്ങുകള്, വിഗ്രഹാരാധന തുടങ്ങിയ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം ചെയ്തു അവിടെ വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാവിധ വിവേചനങ്ങളെയും അദ്ദേഹം ചെയ്തു അവിടെ വിമർശിച്ചു. ഓക്കെ, അടുത്തത് ഗുരുനാനാക്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറയുക എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയോ സാർ ഗുരുനാനാക്കിന്റെ പ്രത്യേകതകൾ? ഞാൻ പോയിട്ടുണ്ട്. സാറ് പോയിട്ടുണ്ടോ? ഗുരുനാനാക്കിനെ അറിയോ സാറിന്? ഞാൻ ഗുരുനാനാക്കിനെ വിസിറ്റ് ചെയ്തിട്ടാ വന്നത്. ആണോ? ഗൂഗിൾ. അല്ലല്ല, ഞാൻ ശരിക്കും പോയിട്ടുണ്ട്. സാർ വായിച്ചു. ഗുരുനാനാക്ക് അറ്റംപ്റ്റ് ടു ഹാർമണൈസ് ദ ഐഡിയ ഓഫ് ഡിഫറെന്റ് റിലീജിയസ്. ഓക്കെ, നമ്മൾ പറയുന്ന എല്ലാ ആളുകളും എന്താ ശ്രമിച്ചുകൊണ്ടിരുന്നത്? എല്ലാ മതങ്ങളെയും തമ്മിൽ പരസ്പരം കൂട്ടിയിണക്കുക, അതിന്റെ എല്ലാത്തിനും നല്ല വശങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യം മുതൽ അത് തന്നെയാണ് പറഞ്ഞത്. അക്ബർ ചെയ്തിരുന്ന എന്താ? ദീനിലാഹി. എല്ലാ മതങ്ങളുടെയും he traveled within and outside to propagate his thought. അതായത് ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ മുഴുവൻ ചെയ്തു. Guru Nanak was against the meaningless religious rituals. He attempted to propagate the message of one God. He promoted the ideas of equality, brotherhood, love, goodness and religious tolerance. Caste discrimination, ideology, pilgrimage, വിഗ്രഹാരാധന, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു? അതിനെ എതിർത്തിരുന്നു. സാർ ഇതിന്റെ മലയാളം ഒന്ന് കാണിക്കാം. അപ്പൊ ഗുരുനാനാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കാണിച്ചു തരാം. പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാനായിട്ട് ഗുരുനാനാക്ക് ശ്രമിച്ചു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തും സഞ്ചരിച്ചിരുന്നു. മതങ്ങളുടെ നിരർത്ഥകമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഗുരുനാനാക്ക് എന്ത് ചെയ്തിരുന്നു? അവിടെ എതിർത്തിരുന്നു. ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം അവിടെ ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവ എന്ത് ചെയ്തു? നിരാകരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. സാർ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഇത് നമ്മൾ നേരത്തെ ഭക്തി മൂവ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഇമ്പാക്ട് എന്താണെന്നാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ, ചോദിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്, പഠിച്ചിരിക്കണം കേട്ടോ. അതേപോലെ ഗുരുനാനാക്ക്, അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, പേടിക്കണ്ട. സാർ ഇതിന്റെ ആൻസറിലോട്ട് പോവാം. ദ എയിം ഓഫ് ഭക്തി മൂവ്മെന്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവറേറ്റ് ഡൈറ്റി through music and devotion. Later, the movement was able to bring about a progressive change in India's social and religious sphere. Most of the Bhakti poets in the Bhakti movements were from the so-called marginalized caste group. അതായത് അവർ അരികവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. ദാറ്റ് മീൻസ് സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്നവരായിരുന്നു എന്ന് പറയാം. They questioned the caste system and the privileges enjoyed by the Brahmins. അതായത് അവർ ബ്രാഹ്മിൻസിന് കിട്ടിയിരുന്ന ഉന്നത സ്ഥാനത്തെയും അവരുടെ സ്ഥാനമാനങ്ങൾ എന്ത് ചെയ്തു? അവിടെ എതിർത്തു, ചോദ്യം ചെയ്തു. സാർ അടുത്തതിലോട്ട് പോവാം. Okay, as a result, the concept of social equality began to emerge. Women were allowed to participate in discussion in the Anubhava Mandapam. Their opinions gained recognition and made them think about the ideas of equality between men and women. The Bhakti movement was also able to educate people the greatness of occupation. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയാനായിട്ടും എന്ത് ചെയ്തു? ഈ ഭക്തി മൂവ്മെന്റ് ആവശ്യമായിട്ട് വന്നു. സാർ അടുത്തതിലോട്ട് പോവാം. ഓക്കെ സാർ, മലയാളം ഒന്ന് നോക്കാം. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കൽ എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് വന്നത്? ഭക്തി പ്രസ്ഥാനം കൊണ്ടത് അല്ലേ? എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തു? സാധിച്ചു. സാർ അടുത്തതിലോട്ട് പോകാം.
ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ളവരായിരുന്നു. അതായത് ഭക്തി പ്രസ്ഥാനത്തിൽ താഴ്ന്ന ജാതിയിലുള്ള ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഭക്ത കവികളും മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നും ഒക്കെയുള്ള ആളുകളായിരുന്നു ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നത്. ഇവർ ജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സമാനതകളുടെയും സ്ഥാനമാനങ്ങളെ ചോദ്യം ചെയ്തിരുന്നു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടുത്താൻ തുടങ്ങി. അനുഭവ മണ്ഡലത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. സാർ നമുക്ക് അടുത്തിലോട്ട് പോകാം. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെ കുറിച്ചിട്ട് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ സാർ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രമുഖ വ്യക്തിയെ നമ്മുടെ സൂഫി ആയിട്ട് അവതരിപ്പിച്ചിരുന്നു. ആ പ്രമുഖ വ്യക്തിയുടെ പേരെന്താണ് എന്ന് വേഗം ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് കമന്റ് ചെയ്തിട്ട് ഒന്ന് വേഗം വേഗം വേഗം. യെസ്, ഇപ്പൊ എല്ലാവരും ചെയ്തു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് അറിയോ സാറേ? ചിത്രം കണ്ടാൽ അറിയാം ആരാണിത്. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ അവതരിച്ച ഒരു സൂഫി വര്യനായിരുന്നു. സാറിന് അറിയോ സൂഫി വര്യനെ? എനിക്കറിയാം. അറിയോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ഓർമ്മയുണ്ടാവും ആക്ച്വലി ഈ ഒരു സൂഫി വര്യനെ കുറിച്ചിട്ട്. അല്ല സാറേ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ സൂഫിയെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ സൂഫിയെ? ഈ സൂഫി ഒരു പ്രാവശ്യം ഡാൻസ് ഒക്കെ കളിച്ചത് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട്. കള്ള സൂഫിയാണ് ഒറിജിനൽ. അതെ, സൂഫി ഒറിജിനൽ. അല്ലെ, സൂഫികള് കള്ള സൂഫി അല്ലാത്ത സൂഫി സൂഫികൾ എല്ലാവരും മാന്യന്മാരാണ്. അതായത് നല്ല സൂഫികളാണ്. ഞാനൊരു ഈ സൂഫിയുടെ ഒരു ആരാധകനാണ്. അതെ. അപ്പോ സാറിന് സംശയമൊന്നുമില്ല സൂഫിയെ? ഇല്ല. ചെറുതായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സൂഫി മൂവ്മെന്റ് അഥവാ സൂഫി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളത്. ഓക്കെ സാറേ, ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, സൂഫീസ് were those who accepted the bhakti as a means of approach to God. Sufi scholars thought one of the way to achieve this was devotional singing. Their travel led among the common people and propagated Sufi principles. Emphasis was given to concept of monotheism, അതായത് ഏകദൈവ വിശ്വാസം, ഫ്രറ്റേണിറ്റി, അതേപോലെ സാഹോദര്യം, അതേപോലെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. ഓക്കെ സാർ, അടുത്ത കാണിക്കാം. ഓക്കെ, Sufism is an Islamic devotional movement which originated in Central Asia. The rulers here began to pay more attention to worldly pleasures like wealth, power, and luxurious life. It was against such trends that the Sufi movement emerged. The Sufi movement reached India by the 12th century CE. Among the 12 Sufi sects known as Silsilas and the Chishti and Suhrawardi Silsilas reached India. ഇന്ത്യയിലെത്തിയത് ആ രണ്ട് വിഭാഗക്കാരായിരുന്നു. സാർ അടുത്ത് കാണിക്കാം. ഓക്കെ, അടുത്തത് ഇതിന്റെ മലയാളം കാണിക്കുന്നതിന് മുമ്പ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാണ്. ഒന്ന് നോക്കിയിരുന്നേക്കാം. ഭക്തി സൂഫി മൂവ്മെന്റ് വേർ ദ ടു ഇമ്പോർട്ടന്റ് കൾച്ചറൽ മൂവ്മെന്റ് സ്പ്രെഡ് അക്രോസ് ഡ്യൂറിംഗ് ദ മീഡിയവൽ പീരീഡ്. സംശയമൊന്നുമില്ലല്ലോ സാർ? ഇന്ത്യയിൽ വന്ന ആ ഒരു കാലഘട്ടത്തിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളായിരുന്നു ഭക്തി സൂഫി പ്രസ്ഥാനം. ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് വേർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെന്റ്? അതായത് എന്താണ് അവിടെ പറഞ്ഞത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഭക്തി സൂഫി മൂവ്മെന്റ് കൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്? 4 മാർക്കിന്റെ ചോദ്യം. 1 മാർക്കിന്റെ ഹു വാസ് ദ ഫേമസ് റൈറ്റർ ഓഫ് ഉറുദു ലാംഗ്വേജ്? ഇതിൽ നമ്മൾ പഠിച്ചേക്കുന്ന ഉറുദു ലാംഗ്വേജിലെ റൈറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, നമ്മൾ പറയണ്ട, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, കമന്റ് ചെയ്താൽ മതി. ആൻസർ 4 ഓപ്ഷൻ കൊടുത്തേക്കുന്നത്: കബീർ, പിന്നെ മാലിക് മുഹമ്മദ്, ജെയ്സി, അതേപോലെ അമീർ ഖുദ്സു. അപ്പൊ ആൻസർ അറിയാവുന്നൊരു കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സാർ, ആൻസർ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഓക്കെ, യെസ് സാർ, അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. അല്ല, ഇതിന്റെ മലയാളം. ഭക്തിയെ ദൈവത്തോടുള്ള മാർഗമായിട്ട് സ്വീകരിച്ചവരായിരുന്നു ആര്? സൂഫികൾ. അതിനുള്ളൊരു വഴി ഭക്തി ഗാനാലാപനമാണ് എന്നാണ് സൂഫി വര്യന്മാർ കരുതിയത്. നമ്മൾ സൂഫി ഭക്തിഗാനത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ല പാടിയത്, ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അടുത്തത് അതിനുള്ളൊരു വഴി ഭക്തി ഗാനാലാപനമാണ് സൂഫി. അപ്പൊ സാർ സൂഫി വര്യനാണ്. ഓക്കെ, ഒത്തിരി പാട്ടുകളുണ്ട്, വേണ്ട ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ എന്ത് ചെയ്തു? അവിടെ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യ സ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. ഓക്കെ സാർ, നമുക്ക് അടുത്തോട്ട് പോവാം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക പ്രസ്ഥാനമാണ് സൂഫിസം
എന്ന് പറയുന്നത്. ഈ സൂഫികൾ എന്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂഫിയും സുജാതയും. അതൊന്നാമത്തത്. പിന്നെ ഐ തിങ്ക് നമ്മുടെ അനാർക്കലി എന്ന് പറയുന്ന സിനിമയിലെ ലാസ്റ്റ് പൃഥ്വിരാജ് സൂഫിയെ കാണാനായിട്ട് അവിടെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം, ലൗകിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെ ആണ് സൂഫി പ്രസ്ഥാനം എന്ത് ചെയ്തത് അവിടെ ഉയർന്നു വന്നത്. സാർ അടുത്തതിലോട്ട് പോവാം. 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന ഞങ്ങൾക്ക് ആകെ ഈ സിൽസില മാത്രമേ അറിഞ്ഞിരിക്കണം. ഫ്ലോകളല്ലേ മനുഷ്യ. ഓക്കെ, അപ്പോൾ 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ആ 12 എണ്ണത്തിൽ ഈ 2 എണ്ണമായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു? സൂഫികൾക്ക് സാധിച്ചിരുന്നല്ലേ? ഓക്കെ, ശരിക്കും മരുന്നൊക്കെ കഴിച്ചല്ലേ? ഓക്കെ, ഞാൻ കുറെ നേരമായിട്ട് അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യം തിരിച്ചു ചോദിക്കുക, ഒരു സുഖം കിട്ടിക്കോട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിരിച്ചു നേരിടണം എന്നാണ് എന്റെ പാപ്പ പഠിപ്പിച്ചത്. ഒന്ന് ചിരിച്ചേക്കാം. അതെ, ഒന്ന് പൊട്ടിച്ചിരിക്കുക. സാർ അടുത്ത നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടു കൊടുത്താലോ? ക്വസ്റ്റ്യൻ, യെസ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. സംശയമില്ലല്ലോ? ഓക്കെ, അതായത് ഈ ഭക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉയർന്നു വന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്. അതാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ സിഗ്നിഫിക്കന്റ് റോൾ ഓഫ് വുമൺ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് വിവരിക്കുക. നമ്മൾ അടുത്തായിട്ട് പഠിക്കും. ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ. 5 മാർക്കിന്റെ ഒരു ആക്ടിവിറ്റി എന്ന് കാണിച്ചു തന്നതാണ്. What are the methods adopted by Guru Nanak to propagate the ideas of religious tolerance and universal brotherhood? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഇന്ത്യ മൊത്തം ചുറ്റി സഞ്ചരിച്ച കാര്യമൊക്കെ ഗുരു നാനാക്കിന്റെ ആ ഒരു സെക്ഷൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നില്ല സാർ നമ്മൾ? ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. യെസ് സാർ, നമുക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുക്കാം. ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചിട്ട് അവിടെ വിവരിക്കുക. സാറേ ആൻസർ കാണിച്ചോളൂ. നോക്കാം. Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. Okay. Mirabai was a Rajput princess who lived in Chittoor, Rajasthan. Okay. She gave up all the worldly comforts and immersed herself in devotion to Krishna. Krishna bhajanas composed by Mirabai are very popular. Karaikal, Ammayar, Antal were famous devotee poets from the Tamil Nadu. Their compositions expressed deep devotion to the favorite deity. Akka Mahadevi was a prominent figure in the Veerashaiva movement. Okay. She led discussions against the social and spiritual oppression the women faced in those days. Yes. Okay. Sir, അടുത്തത് ഇതിന്റെ മലയാളമല്ലേ? ഭക്തി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടു കൂടെ ഇഷ്ടദൈവത്തെ ആരാധിക്കാനുള്ള കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിൽ ധാരാളം സ്ത്രീകൾ തയ്യാറായി. ഇത് തന്നെയാണ് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? കൃഷ്ണ ഭക്തിയിലൂടെ മുഴുകി. സാർ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, മീരാബായി രചിച്ച കൃഷ്ണവചനകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തി കവയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് എന്ത് ചെയ്തത്? ഇവർ രചിച്ചിരുന്നത്. സാർ നമുക്ക് അടുത്തിലോട്ട് പോവാം. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്ക മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ എന്ത് ചെയ്തിരുന്നു? ചർച്ചകൾക്ക് ഇവർ നേതൃത്വം കൊടുത്തിരുന്നു. കഴിഞ്ഞു സാർ, ഇത്രയും പോലെ ഈ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ മക്കളെ ഇത് തന്നെ പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫോക്കസോട് നോക്കിക്കോളണം എന്തായാലും. കേട്ടല്ലോ, ചോദ്യങ്ങൾ എങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് വരും എന്ന് കൃത്യമായിട്ട് ഞാൻ അവിടെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന്, 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പോയിന്റ് ഓഫ് വ്യൂ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും അതൊക്കെ കൃത്യമായിട്ട് പെറുക്കി എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡറിൽ നിങ്ങളുടെ മുമ്പിലേക്ക്. കാണിപ്പയ്യൂരാണ് മക്കളെ ചോദ്യം ഇട്ടത്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. നമുക്കൊന്ന് വെളുപ്പിച്ചാലോ? മൊത്തത്തിൽ ഇത്രയും വെളുപ്പ് പോരാ. അപ്പൊ നമുക്ക് വെളുപ്പിക്കാം. വെളുപ്പിച്ച് കുടുംബം ഇല്ലാതെ അതെന്താ തിരുമേനി അങ്ങനെ ഒരു വർത്താനം? അല്ല, വെളുപ്പിച്ച് ചിലപ്പോ. അപ്പോ അത് കുറച്ചുകൂടെ കളറായിട്ടുണ്ട്. ഇപ്പോ സെറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി നമുക്ക് ചെയ്തു തന്നത് സച്ചിൻ സാറാണ്.
സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ അല്ല. സച്ചിൻ സാർ. സച്ചിൻ സാർ. അപ്പൊ നമുക്ക് സച്ചിൻ സാറിന് ഈ ഒരു നിമിഷം ഒന്ന് സ്മരിച്ചേക്കാം. ഓക്കെ, സച്ചിൻ സാറിന് നല്ലത് മാത്രം വരുത്തണം. എല്ലാരും എഴുന്നേറ്റ് 2 മിനിറ്റ് പ്രാർത്ഥിക്കും സച്ചിൻ സാർ. തിരിച്ചു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഗൈഡിംഗ് ലൈറ്റ്, ഭരണഘടന വഴിയും വഴികാട്ടിയും. ഓക്കെ, അപ്പോൾ സാർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെ, അതാണ് ഞാൻ പറയാൻ കാരണം എന്താ അറിയൂ, സാറ് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയണം. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്നൊരു വാക്ക് മാറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊരു മന്ത്രിയുടെ പണി വരെ ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. സോ സൂക്ഷിച്ചേക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ കൂട്ടാ മന്ത്രി അല്ലാത്തോണ്ട് എന്റെ പണി പോകില്ല. ഇല്ല, കുഴപ്പമില്ല. മറ്റേ സിനിമയിൽ പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ കൂട്ട മണ്ടത്തരങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞേക്കരുത്, കൂടെ നിൽക്കണം. റെഡിയാണ്. അപ്പോ തുടങ്ങാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാ. ഇൻ വിച്ച് ഇയർ ദ ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഫോർ ദ പ്രൊപ്പോസൽസ്? ഏത് വർഷമാണ് അധികാര കൈമാറ്റം ചർച്ച ചെയ്യാനായിട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്? ഓക്കെ, ആൻസർ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴത്ത് കമന്റ് ചെയ്യണം. ചെയ്തിട്ടുണ്ടാവും. സാറിന് അറിയാം ഏത് വർഷമാണെന്നുള്ളത്? 2015 ക്യാബിനറ്റ് മിഷൻ 2015. ഭരണഘടന വന്നിട്ടുണ്ട്. അത് കൊണ്ടുവരാനായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ വന്നത്. ക്യാബിനറ്റ് മിഷൻ വന്നത് 2015 പിന്നെ സാറിന് ബസ് കിട്ടിയിട്ടില്ല മക്കൾ അവിടെ നിന്ന്. ഓക്കെ, 1946 അതെ, 1946 എന്ത് ചെയ്തത്? 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. സാറേ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വേഗം ഒന്ന് പോകാം. ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക്? ഏത് വർഷമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, ചെയ്തിട്ടുണ്ടാവും. അതായത് 4 മാർക്കിന്റെ ഒരു ചോദ്യം, 1 മാർക്കിന്റെ ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ 1 മാർക്കിന്റെ സെക്ഷനിൽ കയറി വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധ്യത കൂടുതലുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് സാറിന് അറിയാലോ? എല്ലാവരും അവര് പഠിക്കുന്നുണ്ടാവും. യെസ്, ഇവിടെ ഉള്ളവരല്ലേ. ഓക്കെ, 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യ അവിടെ റിപ്പബ്ലിക് ആയി മാറിയത്. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് ഡേ ഓർമ്മ വന്നില്ലേ സാർ? ആഘോഷിച്ചില്ലേ? യെസ്. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2012. ഓക്കെ, 2012 നവംബർ 14. വേണമെങ്കിൽ ആ ഡേറ്റ് കൂടെ നിങ്ങളൊന്ന് കേട്ടോ. പോക്സോ ആവശ്യമില്ലാതൊക്കെ പറയും. ഓക്കെ, എന്നാ പോക്സോയുടെ ഫുൾ ഫോം അറിയോ സാറിന്? എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത പോലെ. ശിശുപാലൻ. സാർ അടുത്ത ചോദ്യത്തിലോട്ട് നേരത്തെ ശൈശവ കല്യാണത്തിനല്ലേ പറഞ്ഞു, എന്നിട്ട് ശിശുപാലൻ. അതെ, ഇവിടെ വാർദ്ധക്യമായിരുന്നു. ഇൻ വിച്ച് ഇയർ? നമ്മൾ ഒരുമിച്ച് പോകില്ല. ഇൻ വിച്ച് ഇയർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ്? ഏത് വർഷമാണ് ഭരണഘടന അംഗീകരിച്ചത്, ഒപ്പുവെച്ചത്? അറിഞ്ഞിരിക്കണം. 1949 നവംബർ 26. ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതാണ് 50 ജനുവരി 26. പക്ഷെ ഭരണഘടനാ ദിനമായിട്ട് അറിയപ്പെടുന്നത്, നിയമ ദിനമായിട്ടൊക്കെ അറിയപ്പെടുന്നത്, ലോ ഡേ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് അറിയപ്പെടുന്നത് നവംബർ 26. അതെ, കുറച്ചൊക്കെ അവിടെ ഇടുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖത്തിൽ ആകെ ഒരു ഡേറ്റിനെ കുറിച്ചിട്ടേ പ്രസ്താവിക്കുന്നുള്ളൂ. ആ പ്രസ്താവിക്കുന്ന തീയതി ഇതാണ്, അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഒരു മോഡൽ ക്വസ്റ്റിനോട്ട് ഓടിയാലോ നമുക്ക്? യെസ് സാർ, ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ? നമ്മുടെ അടിസ്ഥാന നിയമ സംഹിതയാണെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്നുള്ളത്? ഓക്കെ, അംബേദ്കർ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ അവിടെ ഉത്തരം പറഞ്ഞു കൊടുത്ത ഞാൻ ഒരു ഫ്ലോയിൽ പെട്ടെന്ന് പറഞ്ഞു പോയി സാർ. സാറിന് തടയേണ്ടിയിരുന്നു ആ സമയത്ത്. ഇനി ഞാൻ തടയും, സമ്മതിക്കില്ല. അതാണ് എൻ്റെ ഒരു പേടി. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ഫങ്ഷൻസ്, ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്കിന്റെ ചോദ്യമാണ്. സോ ഇതേ ലെവലിലുള്ള ചോദ്യങ്ങൾ വേണം ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ് സാർ, നമുക്ക് അടുത്തിലോട്ട് പോവാം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ഈ ഒരു സംഭവത്തിൽ നിന്നുണ്ടല്ലോ ചിലപ്പോ ഈ നാളെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നിങ്ങൾ എന്നെ സംശയിച്ചേക്കരുത്. ഈ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ സംശയിക്കില്ലായിരിക്കും അല്ലേ? ഇല്ല. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങോ ടേബിൾ കംപ്ലീഷനുമായിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫ്രെയിമിംഗ് പീരീഡ്, ഉണ്ടാക്കാനെടുത്ത കാലാവധി 2 വർഷം 11 മാസം 17 ദിവസം. ഇനി ഫസ്റ്റ് മീറ്റിംഗ് 9th ഡിസംബർ 1946. ആദ്യത്തെ ഇലക്ടഡ് ചെയർമാൻ ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്തതും നിലവിൽ വന്ന പാസ്സാക്കിയത് അവർ അംഗീകരിച്ച് ഒപ്പുവെച്ചത്
1949 നവംബർ 26. പക്ഷെ ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? അത് നമ്മുടെ ചോദ്യമായിരുന്നു. 1950 ജനുവരി 26. ഓക്കെ, എല്ലാം 26. യെസ്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ പറയുന്നത് രാജൻ അംബേദ്കർ. തെറ്റിപ്പോയി, ഉത്തരം തെറ്റി, ആർക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ. ഓക്കെ, ഇതൊക്കെ കേൾക്കുന്ന ഫാസിൽ സാറിന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്തോ? ഓക്കെ, അമ്പാനെ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ? ഓക്കെ സാർ, നമുക്ക് ഇതിന്റെ മലയാളം കൂടെ ഒന്ന് വേഗം കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ, നിയമനിർമ്മാണത്തിന്റെ കാലയളവ് നോക്കണം. ആദ്യത്തെ സമ്മേളനം, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ, അംഗീകരിച്ചത്, നിലവിൽ വന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരാനുള്ള, അല്ലെങ്കിൽ ടേബിൾ കംപ്ലീഷൻ ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ചോദ്യമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് സ്മരിച്ചേക്കണം. ഓക്കെ സാർ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകൾ ഏതെല്ലാം? ഓക്കെ, നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള പല ആശയങ്ങളുണ്ടല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള, അത് പലതും കടമെടുത്തേക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഒരുപാട് കാര്യങ്ങളല്ല, കുറെ കടമെടുത്തിട്ടുണ്ട് കുറെ രാജ്യത്തു നിന്നായിട്ട്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കടമെടുത്തിട്ടുണ്ട്. നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ബൈക്യാമർ ലെജിസ്ലേച്ചർ ഇൻ 6 provinces. 6 പ്രവശ്യകളില് ദ്വിമണ്ഡല സഭകൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ട്. 321 വിഭാഗങ്ങളും 10 പട്ടികകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ട്. അതിന്റെ മലയാളമാണ് കയറി വന്നിരിക്കുന്നത്. 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്. ഓക്കെ, കേന്ദ്രത്തില് ദ്വിമണ്ഡല സഭ, അതായത് ലോക്സഭ, രാജ്യസഭ എന്നോണം. സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം. ഓക്കെ, ബൈക്യാമർ ലെജിസ്ലേച്ചർ, അതായത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വുമൻസ് ആൻഡ് വർക്കേഴ്സ്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് പ്രൊവിൻസസ്, അതായത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം എന്ത് ചെയ്തു, വിഭജിച്ച് ഡിവൈഡ് ചെയ്തിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. സാർ അടുത്ത് പോവാം. ഓക്കെ, What is mean by fundamental rights? Fundamental rights എന്താണ്? മൗലിക അവകാശം. സാറിന് മൗലിക അവകാശം ഉണ്ടോ? എനിക്കുണ്ട്. കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അപ്പോ ഞാൻ പേടിച്ചു. മൗലിക അവകാശം ഞാൻ തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് സുപ്രീം കോടതി വരെ പോകാൻ പറ്റും. ഒരാളുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങോട്ട് ഒരു കാറ്റ് അടിച്ച് ഞാൻ പേടിച്ചു പോയി. ഈ കാറ്റ് കേട്ട് പരിചയമുണ്ടല്ലോ, അത് ഇവരോട് പറയുന്നത് 10ാം ക്ലാസ്സിലെ പോപ്പുലർ ആയിട്ടുള്ളൂ. അതല്ല വിഷയം, അതല്ല. സാറിന്റെ വട്ടപ്പേര് കാറ്റ് എന്നല്ല. അത് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം വിത്ത് ആ ചാപ്റ്റർ. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞതേ, ഈ ഒരു കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോ കൈ ഇങ്ങനെ വീശിയപ്പോ ശരിക്കും എനിക്ക് ആ മരുന്നിന്റെ കാര്യത്തിൽ സംശയമുണ്ട് കേട്ടോ. ഓക്കെ, ഡോസ് കൂടണം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സെർട്ടൈൻ ബേസിക് റൈറ്റ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സാറേ, ഓരോ വ്യക്തിക്കും നമ്മുടെ രാഷ്ട്രം അടിസ്ഥാനപരമായിട്ടുള്ള ചില അവകാശങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൗലിക അവകാശം. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3 ആ സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ആ സെക്ഷനൊക്കെ എന്ത് ചെയ്യും, അവിടെ പഠിക്കാനൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കഴിഞ്ഞു. അടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്ക് അവകാശങ്ങൾ മാത്രം മതിയോ? നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ട മക്കളെ, നമുക്ക് കിട്ടിയാൽ മതിയോ? കിട്ടിയാല് കൊടുക്കണം. അപ്പൊ തിരിച്ചു കൊടുക്കണം. ഞാൻ തരട്ടെ, ക്ലാസ് ചെയ്യട്ടെ. ഓക്കെ, കണക്കുകൾ കുറച്ചുണ്ട്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവരി ഇൻഡിവിജ്വൽസ് ഓവ്സ് ടു ദ നേഷൻ ആൻഡ് ദ സൊസൈറ്റി. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് സാർ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ. ഓക്കെ, യെസ്. ഓക്കെ, 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി പോകാൻ പോകുന്നത് 11ാമത്തെ ചോദ്യത്തിലോട്ട്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? സാർ ഈ ചോദ്യം നേരത്തെ കാണിച്ചു കൊടുത്തത്, നാളെ ചോദിക്കുമെന്ന് വട്ടത്തിനകത്ത് കസേരയിട്ടിരുന്നത്. അതെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നേരത്തെ ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം. ഓക്കെ, ഫംഗ്ഷൻസും നോക്കണം, ഫീച്ചേഴ്സും നോക്കണം കേട്ടോ. ഓക്കെ, പാർലമെന്ററി ഡെമോക്രസി, ദ ലെജിസ്ലേച്ചർ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. സാർ അടുത്തിലോട്ട് പോവാം. പോപ്പുലർ സോവറിറ്റി അഥവാ പീപ്പിൾ സോവറിറ്റി എന്നൊക്കെ പറയാറുണ്ട്, ജനകീയ പരമാധികാരം. അതായത് ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രത്തിലെ എല്ലാ അധികാരങ്ങളും ആക്ച്വലി ആരിൽ നിന്നാണ് വരുന്നത്, ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറച്ച് നേരം നമ്മൾ പറഞ്ഞാലേ, എല്ലാവർക്കും കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ അടിസ്ഥാന അവകാശം കാണിച്ചു തരാം കേട്ടോ. ഫണ്ടമെന്റൽ കടമയും കാണിക്കും കേട്ടോ, കാണാം നമുക്ക്. ഓക്കെ, അപ്പോ
ഓരോ വ്യക്തികൾക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശം. ഓക്കെ സാർ അടുത്ത കാണിക്കാം. അടുത്തത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നീതിനിഷ്ഠവുമായ നീതിന്യായ വ്യവസ്ഥ. ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണിത്. ഓക്കെ സാർ അടുത്ത കാണിക്കാം. ഫെഡറലിസം. ഓക്കെ നമുക്ക് 10ാം ക്ലാസ്സിൽ നമ്മുടെ CBSE ഫാസിലിസം ഉണ്ട്. അതെ, ഫാസിൽ സാറിന്റെ അപ്പോൾ അതേപോലെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവിടെ പഠിക്കാനായിട്ടുണ്ട്. ചാപ്റ്റർ ആയിട്ട് തന്നെ എ സിസ്റ്റം ഇൻ വിച്ച് ദ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്ന സംഭവമാണ് എന്ന് പറയുന്നത് ഫെഡറലിസം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വേ ഉള്ളൂ. ഇപ്പൊ സാറിന് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ കാനഡയിൽ പോകണം എന്നുള്ളത്? എനിക്കൊരു ആഗ്രഹമില്ല. വിചാരിക്കുക സാറിന് തണുപ്പൊക്കെ കൊണ്ട് കുളിരണം. എനിക്ക് കാനഡയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ കാനഡയിൽ പോയി. എനിക്ക് അവിടുത്തെ എനിക്ക് നമ്മുടെ കേരളം മതിയേ. അതെ, എനിക്ക് കേരളമാണ് ഇഷ്ടം. വിചാരിക്കണം. അപ്പൊ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ കാനഡയിൽ ഞാൻ പോയി. ഞാൻ അവിടുത്തെ പൗരത്വം എടുത്തു. അവിടുത്തെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ എന്റെ ഇന്ത്യയിലത്തെ പൗരത്വം എന്ത് പറ്റും? നഷ്ടപ്പെടും. സിമ്പിൾ. അതാണെന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചില രാജ്യത്തിന് നേരെ തിരിച്ചു, ചില രാജ്യത്തിന് ഒന്നിലധികം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അപ്രോച്ച് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഇതാണ് നേരത്തെ നമ്മൾ പരീക്ഷയ്ക്ക് കാണിച്ച ആ ഒരു ചോദ്യം. ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നാളെ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ ഈ പകുതി തല അവിടെ തന്നെ ഉണ്ടോ? ഭരണഘടനയുടെ ധർമ്മങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ തല മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഫാസിൽ സാറിന്റെ തല എടുത്താലോ? ഫാസിൽ സാറിന്റെ തല മൊത്തത്തിൽ എടുത്താലോ? അത് വേണ്ട. ഓക്കെ, അത് വേണ്ട. ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സാർ കുറച്ചുകൂടി നിർദ്ദേശിക്കാനല്ലേ നല്ല സുഖമായിരുന്നു. എസ്റ്റാബ്ലിഷ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. Ensures that all the administrative systems of the country function according to the constitution. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ്, പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമുണ്ട് സാർ ഈ ചാപ്റ്ററിലെ. തീർന്നല്ലേ? അതെ. അപ്പോ ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യമാണ് സാർ. ഓക്കെ, 3 പോയിന്റേ ഉള്ളൂ. അതുകൊണ്ടാണ്. റീസൺസ് ഫോർ ദ ചാലഞ്ചിങ് ഇൻ ഇംപ്ലിമെന്റിംഗ് ലോസ്, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം കാരണം? ഓക്കെ സാർ, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയിൽ സാറിന് ഇഷ്ടമില്ലാത്ത നിയമം ഏതെങ്കിലും ഉണ്ടോ? ഏതാ? എത്ര ഉണ്ട്? ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓർമ്മയില്ല. എത്ര നിയമങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തുണ്ട്. ഒരെണ്ണം പറഞ്ഞപ്പോൾ ഓർമ്മയില്ലാന്ന് അത്രയുണ്ടോ? ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു നിയമം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കല്യാണം കഴിക്കാനുള്ള നിയമം പറഞ്ഞു. അപ്പൊ പറഞ്ഞു സഹിച്ചോ? അതെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വാർദ്ധക്യോ ഇഷ്ടമല്ലാത്ത നിയമം. എനിക്ക് പൊതുവെ ക്യാമറ അത്ര ഇഷ്ടമല്ല. അത് പല കാരണങ്ങളുണ്ടാവും. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പോയതാ. അപ്പൊ കുറെ അടിച്ചു, രണ്ടാക്കും ഫോറൊന്നും അടിച്ചല്ലോ, ഒരു പ്രാവശ്യം ഉള്ളൂ. എനിക്ക് മറ്റേ എന്താ എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ചിക്കുമായിട്ട് പോയപ്പോ അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ കാര്യം കിട്ടിയില്ലേ? ഇനി നമുക്ക് പേരും കൂടി കിട്ടിയാൽ മതി. അത് വഴി ഞാൻ മേടിച്ചതല്ലേ. അപ്പൊ എനിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു, അയച്ചു തന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്നത്. വില കൂടിയ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് 500 രൂപയായിരുന്നു ഒരു ഫോട്ടോ എടുത്തതിന്റെ വില. ഇപ്പൊ മനസ്സിലായില്ല ആരെ ഗുളി കഴിക്കാത്തത്. പിന്നെ പെറ്റി അടിച്ചു കൊടുത്തത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ ഞാൻ ഹെൽമെറ്റ് ഒക്കെ വണ്ടി ഓടിച്ചിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോ നോക്കാം എന്തൊക്കെയാ. ഒന്നാമത്തത് വേരിഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യം. കാരണം ഞാനിപ്പോൾ ഈ ഒരു AI ക്യാമറ നമ്മളത് ഫണ്ട് എലമെന്റ് ആയിട്ട് പറഞ്ഞാണെങ്കിലും എല്ലാവർക്കും ഈ പറയുന്ന AI ക്യാമറ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിസ്റ്റം വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പറഞ്ഞത് ആദ്യം നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, എന്നിട്ട് ജനങ്ങളെ ഇതേ രീതിയിൽ പിഴിയാന്നുള്ളത്. വേരിഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യം. സെക്കൻഡ് പോയിന്റ്, ലെജിസ്ലേഷൻ ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനഹിതം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ ആണ്. ഓക്കെ, യെസ്. അതെ, എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ലോ. നമ്മുടെ ഒപ്പം സ്റ്റുഡിയോയിൽ ഫാസിൽ സാർ ഉണ്ട്. ഫാസിൽ സാറിന്റെ ശബ്ദം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. ഫാസിൽ സാർ അമ്പാനെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതെ, പൊളിക്കും. അമ്പാന്റെ പടം ഇവിടെ തുടയ്ക്കാനായിട്ട് വന്നാന്ന് തോന്നുന്നു. തുടച്ച് വൃത്തിയാക്കി പോയി. അമ്പാന്റെ പടം കുറച്ച് നേരത്തെ സൂഫിയായിട്ട് നമ്മുടെ മിഷാൽ സാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ മറ്റൊരു കാര്യം. അതാണ് പ്രശ്നം. ഓക്കെ, അതാണ് പ്രശ്നം. വെറുതെ എല്ലാം വെറ്റി കിട്ടുന്നത്.
നമുക്ക് ഈ വിഷയം വിടാം സാറേ. ഓക്കെ നമുക്ക് സെറ്റാക്കാം. അതെ, എനിക്ക് ഈ പറയാനുള്ള കാര്യം ഐ നീഡ് ജസ്റ്റിസ്. അല്ല, ഞാൻ ഹെൽമെറ്റ് വയ്ക്കും. ഐ നീഡ് ജസ്റ്റിസ്. എനിക്ക് എന്ത് വേണം? എന്ത് വേണം? അതെ, അത് തന്നെ വേണം. ഓക്കെ, എന്ത് വേണം? എനിക്ക് നീതി വേണമെങ്കിൽ കുറവാണോ? നീതി. അതെ. അപ്പോ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന 4ാമത്തെ ചാപ്റ്റർ അതാണ്, അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്. യെസ്, നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. സാറേ എങ്ങനെയുണ്ട്? കളർഫുൾ ആയിട്ട് അണ്ടർലൈൻ. കളർഫുൾ. ഇതെന്താ സാറേ നീതിയുടെ ബലൂണാ? നീതി അല്ല, സൈഡിൽ നിന്ന് ബലൂൺ. നീതിയുടെ ബലൂൺ അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തിനാണെന്ന് അറിയും, നമ്മുടെ സച്ചിൻ സാറിനോട് ചോദിക്കണം. എല്ലാം ടെണ്ടുൽക്കറെ കാണാൻ പറയാൻ നടക്കുമോ? ടെണ്ടുൽക്കർ അല്ല, നമുക്കൊരു സച്ചിൻ സാറുണ്ട്. ഐ തിങ്ക് ഇവർക്ക് അറിയാനായിട്ട് വഴിയില്ല. നിങ്ങൾ എന്തായാലും ഒരു ദിവസം ക്ലാസ്സിൽ കൊണ്ട് സച്ചിൻ സാറിനെ കാണിച്ചാൽ. ആസിൽ സാറാണ് ഇത് നേരിട്ട് ചോദിക്കാറ്. സച്ചിൻ സാർ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യനല്ല, വലിയൊരു മനുഷ്യനാണ്. ഒരു വലിയ ഹൃദയത്തിന് ഉടമയൊക്കെയാണ്. വലിയ ചെറിയ മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ സച്ചിൻ സാറിന് ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ മിഷൽ സാറേ, അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് കാണിച്ചു കൊടുക്കാം. സെറ്റ്. ഓക്കെ, മാർജിനലൈസേഷൻ അഥവാ അരികുവൽക്കരണം. ഇതേപോലെ ഓക്കെ, അരികുവൽക്കരിച്ചേ നോക്കാം. എന്താണ് അരികുവൽക്കരണം എന്നുള്ള കാണിച്ചു തരാം കേട്ടോ. സോഷ്യൽ റിഫോമേഴ്സ് അഥവാ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഹു ഫേസ്ഡ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് ആരെല്ലാം? ഓക്കെ സാർ, അടുത്ത് ഓക്കെ, ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾസ്. ഗോത്രവർഗക്കാരുടെ കലാ സാംസ്കാരിക ജീവിതം. സ്ത്രീകള് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്? ഇതൊക്കെ അതെ, ആ ഒരു കാരണം കൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് ഓടിച്ചു വിട്ടത്. നോക്കാം, സാർ ആലപ്പുഴയിലായിരുന്നു ആദ്യം, എന്നിട്ട് അവിടെ നിന്ന് ഓടിച്ചു, ഇപ്പൊ കൊടുങ്ങല്ലൂരായി. നോക്കാം മോഡൽ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിംഗ് സം ഗ്രൂപ്പ് ഫ്രം ദ പ്ലേസസ് വേർ ദേ ഡിസർവ് ഈക്വൽ കൺസിഡറേഷൻ. ഈക്വൽ കൺസിഡറേഷൻ നേടേണ്ട ചില സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് വിഭാഗങ്ങൾ ഒഴിവാക്കലാണെന്ന് പറയുന്നത് അരികുവൽക്കരണം എന്ന് പറയും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ശരി, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് നമ്മളോട് പറയാം ഈ കാണുന്ന ചോദ്യത്തിന് ആൻസർ എഴുതുന്നു. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ദ മാർജിനലൈസേഷൻ ഓഫ് സൊസൈറ്റി. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ മാർജിനലൈസേഷൻ അരികുവൽക്കരണം സംഭവിക്കുന്നത്? Which group were marginalized and discriminated in the society? അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് അരികുവൽക്കരണം നേരിടുന്ന വിഭാഗങ്ങൾ ഏതെല്ലാം? നാളെ നമ്മുടെ രണ്ടുപേരും പേര് ഉത്തര പേപ്പറിൽ വരും. അതെ, എന്താ? ഒന്ന് റൺസോ സാറും വിശാൽ സാറും. അരികുവൽക്കരണം ഏൽക്കപ്പെട്ട ആളുകൾ. ഓക്കെ, എഴുതണം കേട്ടാ, എന്നിട്ട് നന്നായിട്ട് മാർക്ക് വാങ്ങിട്ട് വരാം. അതൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവും. എന്താ ഇപ്പൊ കുറച്ച് പേര് ചിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, നാളെ എഴുതണം കേട്ടോ. ഒരുത്തന്റെ എവിടെ നിന്ന് ചിരിച്ചു? ഇയാൾ എഴുതുന്ന നാളെ അരികുവൽക്കരിക്കാത്ത ഒരാളുണ്ട്, നമുക്ക് ലാസ്റ്റ് അടിച്ചു കൊല്ലാം. നിങ്ങളൊപ്പം നാളെ തുല്യതാ പരീക്ഷ എഴുതുന്ന ഒരാളുണ്ട്, അയാളാണ് ഫാസിൽ സാർ. സാർ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് മെന്റ് ബൈ മാർജിനലൈസേഷൻ അഥവാ അരികുവൽക്കരണം നിർവചിക്കുക. സാർ സ്ലൈഡ് കാണിക്കാം. അടുത്ത്, marginalization is the process of excluding some group from the place where they deserve equal consideration. Marginalization takes place by the loss of asset caused due to the natural and man-made disasters. സാർ, ഇതിന്റെ മലയാളം ഒന്ന് കാണിച്ചു കൊടുക്കാം. സമൂഹത്തില് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം. സാറും സാറാണ്. സാറ് സാറിനെ പറഞ്ഞു വിട്ടു. അപ്പൊ എന്ത് ചെയ്തു? തുല്യ പരിഗണന ലഭിക്കാൻ ഉള്ള ആളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും, ടീച്ചേഴ്സ്. അപ്പൊ അത് കിട്ടിയില്ല, അരികുവൽക്കരിച്ചു. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ടതിലൂടെ അരികുവൽക്കരണം സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മാർജിനലൈസേഷൻ ചോദിച്ച ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം. Who faces the marginalization in the society? സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് ആരെല്ലാം? സാർ, ഈ ചോദ്യം ഞാൻ വായിച്ചോട്ടെ. ആൻസർ ഓക്കെ, ഇപ്പൊ ശരിയായി തരാൻ. മെനി ഗ്രൂപ്പ്സ് were marginalized and discriminated in the society. അയാളൊന്ന് കാണിച്ചു കൊടുക്കാം. വായിക്കാം. ഓക്കെ, സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? സ്ത്രീകള്, ട്രാൻസ്ജെൻഡറുകള്, ദളിത് നേരിടുന്നവർ, അതേപോലെ അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാര്, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ജയിൽ മോചിതരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സമൂഹത്തിൽ മാർജിനലൈസേഷൻ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, നെയിം 4 ഇമ്പോർട്ടന്റ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് കേരള.
ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ കൂട്ടിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ 4 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര് അവിടെ എഴുതുക. ഓക്കെ, കുറെ ചില്ലുകൂടിനകത്ത് ഇട്ട് വെച്ച ആളുകളൊക്കെ ഉണ്ട്. ഒന്നാമത് ആൻസർ നോക്കാം സാറേ. ഒന്നാമത്തത് ശ്രീനാരായണ ഗുരു. സാറേ മലയാളം കൂടെ ഒപ്പം കാണിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ്, അതേപോലെ അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഒരു ടേബിൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ടാവും. എന്തായാലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ നോക്കിയേക്കണം. കേട്ടല്ലോ? ഓക്കെ, യെസ്, അറിഞ്ഞിരിക്കുക. സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ദ മാർജിനലൈസേഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ. ഗോത്രവർഗ്ഗക്കാരുടെ അരികുവൽക്കരണം വിശദീകരിക്കുക. ഓക്കെ സാർ, ആൻസർ കാണിച്ചു. Tribal people are those who live together in specific geographical areas, who create their own knowledge and live by applying them since time immemorial. Okay, they follow their own way of life, art and cultural values. The cultural contributions of tribal peoples are more widely accepted now than ever before. Okay, sir, ഇതിനെ മലയാളം ഒന്ന് കാണിക്കാം. Okay, ഒരു പോയിന്റ് കൂടി ഉണ്ട്. The tribal people who had supreme command over the resources for their own natural habitat gradually lost this control and were subsequently marginalized. Okay, sir, ഇതിനെ മലയാളം ഒന്ന് കാണിച്ചു. മലയാളം എന്താ നോക്കാം. Okay, ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭാഗങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഇത് ആദ്യം അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു, പിന്നീട് പതുക്കെ ഓരോന്നായി നഷ്ടപ്പെട്ടു. അവരെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലോട്ടെത്തി. എക്സ്പ്ലെയിൻ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾസ്. ഗോത്രവർഗ്ഗക്കാരുടെ കലാ സാംസ്കാരിക ജീവിതത്തോടെ വിശദമാക്കാനായിട്ട് പറഞ്ഞു. ഓക്കെ സാർ, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആവർത്തനം ഒരു വിരസതയാണ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഫോർ എ ലോങ് ടൈം ദ എക്സിസ്റ്റന്റ് ദ പെർസെപ്ഷൻ ദാറ്റ് ഓൺലി ദ നോളജ് ആൻഡ് ആർട്ട് culture produced by the dominant sections of the society are valuable, but in the field of art, language, literature, medicine, agriculture, the tribal have excellent knowledge and skills they have acquired through the close contact with nature. അതായത് ഈ ഗോത്ര വിഭാഗക്കാരുടെ അറിവുകളെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂട്യൂബിലും അതേപോലെ വാർത്തകളൊക്കെ കാണാറുണ്ട്. ഓക്കെ, there are many tribal groups with unique musical traditions. അപ്പോൾ അതിൽ ഒരു വിഭാഗമായിരുന്നു നമ്മൾ ഈ ഒരു ടോപ്പിക് ക്ലാസ്സിലെടുത്ത സമയത്ത് ഈ ട്രൈബ് സോങ്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേ ഓൾസോ ഹാവ് ദ എക്സ്പെർട്ടൈസ് ടു മേക്ക് ആൻഡ് ടു യൂസ് എ വെറൈറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ സാർ, നമുക്ക് അടുത്തിലോട്ട് പോവാം. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കലാ, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായിട്ട് അവിടെ നിലനിന്നിരുന്നു. സാർ, അടുത്തിലോട്ട് പോവാം. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞവരായിരുന്നു ആര്? നമ്മുടെ ഈ പറയുന്ന ഗോത്ര ജനത എന്നറിയപ്പെടുന്നത്. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാർ അവിടെയുണ്ട്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും ഭാഗം അത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഈ കൾച്ചറൽ ഇന്റഗ്രേഷൻ, ഈ ട്രൈബൽ പീപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഈ കൾച്ചർ എന്നുള്ളൊരു സെക്ഷൻ ഏതിലൊക്കെ വരുന്നുണ്ടോ ആ ഒരു സെക്ഷൻ എല്ലാം പരീക്ഷയ്ക്ക് നോക്കിയേക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സാർ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ വുമൺ ഫ്രം ദ സൊസൈറ്റി? സ്ത്രീകൾ എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്നത്? ഓക്കെ, നോക്കാം. Women were forbidden to engage in artistic activities. In history, we can see many such experiences, not only in art, but in several fields in the society. Women were either marginalized or denied equal rights just before of their gender. Okay. A misconception persisted in the society that women deserve only lower status in the field of arts, education, work and domestic spheres. Apart from women, transgenders also suffer from gender discrimination. Sir, അടുത്ത മലയാളം ഒന്ന് കാണിക്കാം. Yeah. Yes.
അതായത് സ്ത്രീകൾ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലഘട്ടം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ പല മേഖലകളിലും അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. സാർ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, കലാ മേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗ പദവി നേരിടുന്ന ആ ഒരു വിവേചനം എന്ത് ചെയ്യാറുണ്ട്, അനുഭവിച്ചിരുന്നു. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. സോ നമ്മൾ ഇനി ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. സാർ എല്ലാവർക്കും സന്തോഷമായില്ലേ? അതെ, തീർന്നു. ലാസ്റ്റ് ചാപ്റ്റർ ഇട്ടാ. ലാസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കണ്ടന്റേ പഠിക്കാനുള്ളൂ. സാർ ഈ ചാപ്റ്ററിൽ ഞാനൊരു കിടിലം ക്രിയേറ്റിവിറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? കണ്ടുകൊടുത്തോട്ടെ. യെസ്, നോക്കട്ടെ. ക്രിയേറ്റിവിറ്റി ഇതെങ്ങനെയുണ്ട്? ഇതെന്താണെന്നാ? ഭൂമിയാണ് മനുഷ്യർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്തോ മുട്ടയൊക്കെ ഇരുന്ന് കറങ്ങുന്ന പോലെ. ഓക്കെ, അപ്പൊ ഇത് ക്രിയേറ്റിവിറ്റി റെഡിയാക്കി നല്ല ഭാഗമുണ്ടല്ലോ മക്കളെ, അടിപൊളി. സാറേ ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. സ്വയം പൊക്കി അടിക്കാൻ വേണ്ടിട്ടാ ചോദിച്ചത്. എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാ സത്യം പറയാം, ഇത് നമ്മുടെ ഫാസിൽ സാറാണ് ഇത്. ക്രെഡിറ്റ് സ്റ്റീലർ. ക്രെഡിറ്റ് എല്ലാം കട്ടോണ്ട് പോവാ. അതെ, ഇനി ആ സ്ലൈഡ് വേണ്ട സാറേ. ഇനി 150 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ കാണാട്ടാ. അതെ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഐഡിയകളൊക്കെ എടുത്തെടുത്ത് എന്റെ അവസ്ഥ ഇതേപോലെ പ്രായം കൂടിയല്ലേ. അതെ, ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് സാറേ. വേഗം മാറ്റണോട്ടോ. എന്നിട്ട് ഇനി അരികവൽക്കരിക്കൂല, ഞാൻ മാറില്ല. മക്കളെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് വെക്കാനായിട്ട് അവർക്ക് എത്ര സമയം മതി. ഓക്കെ, ഇതും നമ്മുടെ ഫാസിൽ സാറിന്റെ ക്രിയേറ്റിവിറ്റി ആണ്. ഫാസിൽ സാറും ബാക്കി ഞാൻ പറയുന്നില്ല, കൂടെ എടുത്ത് ചെയ്താണ്. ഓക്കെ, യെസ്, ഫാസിൽ സാറിന്റെ ഒരു ക്രിയേറ്റിവിറ്റി. അതെ സാർ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. മര്യാദക്ക് കാണാനും വയ്യത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്? ഭൂമിയുടെ വിവിധ പാളികൾ എന്തെല്ലാം? പുള്ളിക്കാരൻ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ നാറ്റിച്ചാണ് ഈ ഉള്ളിയെ കൊണ്ടറിഞ്ഞിട്ട്. ബാക്കി ഉള്ളിയൊക്കെ വെച്ച് പഠിച്ചല്ലേ ഇത് അടിപൊളിയായിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് പണി കിട്ടി. ക്രസ്റ്റ്, മാൻഡില്, കോർ, ഈ മൂന്നെണ്ണോടെ പാർട്ട്. സാറേ ഇതിന്റെ ഇമേജ് ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. ഇവിടെ കാണാൻ പറ്റും. ക്രസ്റ്റ്, മാന്റില്, ഇന്നർ കോർ, ഔട്ടർ കോർ. ഓക്കെ, ഇതാണ് ഭൂമിയുടെ 4 പാളികൾ എന്ന് പറയുന്നത്. സാർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ഓഫ് ദ എർത്ത്? ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായിട്ടൊരു പാളിയാണ് ഡാഷ്. ഏതാണ്? ക്രസ്റ്റ്. ഞാൻ ആൻസർ ചോദിക്കാന്ന് വെച്ചാൽ ഞാൻ ക്രസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് ആൻസർ ചാടിക്കേറി പറഞ്ഞോളൂ. ഓക്കെ, ക്രസ്റ്റ്. അടുത്ത അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഞാൻ പറയാൻ കാരണം എന്താ അറിയാലോ. ഡാഷ് ഈസ് ദ ലെയർ ദാറ്റ് ലൈസ് അബൌട്ട് 80 to 400 കിലോമീറ്റർ എബവ് ദ മിസോസ്ഫിയർ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഡാഷ്. ഓക്കെ, അപ്പോൾ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം, വീഡിയോ പോസ് ചെയ്തിട്ട് താഴെ. ഓക്കെ, അപ്പൊ സാറേ ഇതിന്റെ ആൻസർ സാറ് പറഞ്ഞു. ഏതാ? എനിക്കറിയില്ല. അറിയൂലേ? അതൊന്ന് കാണിച്ചു കൊടുത്തേ സാറേ. ആ സാർ നോക്കിയെങ്കിലും വായിച്ചോട്ടെ. തെർമോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 4ാമത്, വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബവ് ദ ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ് എന്നുള്ളത് സാറേ കാണിച്ചു കൊടുക്കാം. സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, അടുത്തത് സാറേ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് സാറേ ക്വസ്റ്റ്യൻ കാണിച്ചു. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എന്ത് ചെയ്യണം? എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവിടെ ചെയ്ത് നോക്കണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ പിന്നെ എക്സോസ്ഫിയർ, അയണോസ്ഫിയറിന്റെ ഒരു സംഭവത്തിലില്ല. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കുറെ ടേബിൾസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ഇത് ചെയ്ത് നോക്കിയാലും മതി. പരമാവധി ആരും തെറ്റിക്കാതെ എന്ത് ചെയ്യണം നോക്കണം. ഓക്കെ, ഞാനിത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല. സാർ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇതിന്റെ ആൻസർ ആണ് കേട്ടത്. ഇത് എത്ര പേര് ഫുള്ളായിട്ട് ശരിയാക്കി എന്നൊന്നും നമുക്ക് നോക്കണം. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഒന്ന് നോക്കണം കേട്ടോ, എല്ലാ കാര്യങ്ങളും ഇത് കിട്ടുന്നതാണോ എന്നുള്ളത്. കിട്ടുന്നതല്ല എന്നുണ്ടെങ്കിൽ ആ ലെയേഴ്സിന്റെ ഓർഡർ, അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സാർ അടുത്തിലോട്ട് പോവാം. 6ാമത്തെ ചോദ്യം. ദ ലെയർ ബിലോ ദ മാന്റിൽ ഈസ് കോർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2. വിച്ച് ആർ ദേ? മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് സാർ ഇത് കാമ്പ്. ഇതിനെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? എന്തായിരിക്കും? യെസ്, കമന്റ് ചെയ്യുക. എല്ലാവരും അടിച്ച് സെറ്റാക്കി ചെയ്തിട്ടുണ്ടാവും. സാറേ നമുക്ക് ആൻസർ നോക്കാം.
പുറക്കാമ്പ് അകക്കാമ്പ് അഥവാ ഇന്നർ കോർ ആൻഡ് ഔട്ടർ സാർ കോർ. അങ്ങോട്ട് പോകുമ്പോൾ സാർ കൂടുതലായിട്ട് അരികുവൽക്കരിക്കപ്പെട്ട് പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. അപ്പൊ ഇന്നർ കോറും അതേപോലെ ഔട്ടർ കോറും. ഓക്കെ, പാഠത്തിൽ എനിക്കാണ് അരികുവൽക്കരണം ഒക്കെ കഴിഞ്ഞു പുതിയ പാഠം തുടങ്ങി. അടുത്ത് വാ, അടുത്ത് ദ ഇൻഫോർമേഷൻ റിഗാർഡിംഗ്. സാറേ ചോദ്യം വായിച്ചു. The information regarding the interior of the earth is formed through scientific studies and inferences. What are they? നമ്മൾ പഠിച്ചതാണ്. ചില ശാസ്ത്രീയ പഠനങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് സംബന്ധിച്ച വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടിയത്. എങ്ങനെയൊക്കെയായിരുന്നു? ഏതെല്ലാം? ഓക്കെ സാർ ആൻസർ പറഞ്ഞു കൊടുത്തോളൂ. Okay, answer by examine materials that reach the earth's surface through volcanic eruption. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് from the information collected from the earth, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് by analyzing the motion of waves generated during earthquakes, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ കൂടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ സമയം കളയാതെ. ഓക്കെ, എല്ലാവരും നാളെ പരീക്ഷയുടെ തിരക്കിലേക്ക് ഇരിക്കുമായിരിക്കുള്ളൂ. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? എന്താണ് ലിത്തോസ്ഫിയർ? ഓക്കെ, ആൻസർ നോക്കാം. ഓക്കെ, ക്രസ്റ്റ് ടുഗദർ വിത്ത് ദ അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിൽ ഈസ് നോൺ ആസ് ലിത്തോസ്ഫിയർ. അതായത് ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണെന്ന് അറിയപ്പെടുന്നത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. കേട്ടോ, അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്താണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം അഥവാ എയർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്? ഓക്കെ സാർ ആൻസർ വായിച്ചു. An air cover containing many gases was formed around the earth. This gases blanket that cover the earth is known as atmosphere. ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. അപ്പോ വാതകങ്ങൾ ഏതൊക്കെയാ? വാതകങ്ങൾ പറഞ്ഞു അതിന്റെ ഇമേജ് നമുക്ക് കാണിച്ചു കൊടുക്കും. യെസ്, വായുവിന്റെ ഒരു ആവരണമുണ്ട്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന ഈ ഒരു വാതക പുതപ്പാണ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുന്നത്. കുറച്ച് സ്ലൈഡ് കഴിഞ്ഞിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കാം. അതിന്റെ കണക്ഷൻ വിത്ത് എന്തായാലും വരും, നമുക്കത് പേടിക്കണം. റൈറ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോർ? അടുത്താണ് കാമ്പ്. അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം? അത് ഏറ്റവും ഉള്ളിലായിട്ട് നിൽക്കുന്ന ഭാഗമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല ചൂടായിട്ടുള്ള ഒരു ഭാഗമായിരിക്കുള്ളൂ, ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ളതൊക്കെ ആയിരിക്കുള്ളൂ. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. സാർ ആൻസർ കാണിച്ചു കൊടുക്കാം. The layer below the mantle is the core. It is divided into two parts. ഏതൊക്കെയാണ്? Inner and outer core. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട്. ഔട്ടർ കോറിന്റെ പ്രത്യേകത എന്താ മക്കളെ? ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും അത്. ഇന്നർ കോർ എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖര അവസ്ഥയിലുമാണ് ഉണ്ടാകുന്നത്. സാർ അടുത്ത കാണിച്ചു കൊടുക്കാം. Okay, the core is mainly made up of the metals like nickel and iron. നിഫെ. അപ്പോൾ ഈ കോറിനെയാണ് അവിടെ നിക്കൽ എന്ന് പറയുന്നത്. കാമ്പ് മുഖ്യമായിട്ടും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അടുത്തെന്താണ് സാറേ? Hence the core is also known as Nephi. Okay, the temperature is the inner core is about 5500 degrees Celsius. അതിനാൽ തന്നെ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചൂടുള്ളത്, അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇവാപറേഷൻ? എന്താണ് ബാഷ്പീകരണം? നോക്കാം. The process by which the water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation. അതായത് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് കാണാറുണ്ട്, നീരാവി നേരെ മുകളിലേക്ക് പോകുന്നത്. സൂര്യതാപം ഏറ്റിട്ട് അത് ചൂടാണെങ്കിൽ മറ്റേത് സൂര്യതാപം ഏറ്റിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് എന്ത്? അവിടെ ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് അവിടെ പറയുന്നത്. ഓക്കെ സാർ, അടുത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയർ? എന്താണ് ഘനീകരണ മർമ്മങ്ങൾ? ഓക്കെ സാർ ആൻസർ കാണിച്ചു കൊടുക്കാം. നോക്കാം സാറേ പറഞ്ഞു. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫസ്. എങ്ങനെ? പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫ്രം ക്ലൗഡ്സ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. Hence these fine dust particles in the atmosphere are called hygroscopic nuclei. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് 14ാമത്തത്. ഓക്കെ, ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്
അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു. ഓക്കെ, ഒരു 2 പോയിന്റുകൾ തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി. ഒന്നാമത്തത് കോസസ് അറ്റ്മോസ്ഫറിക് ഫിനോമിന, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. 2 പ്രൊട്ടക്ട് ഫ്രം ഹാർംഫുൾ സൺറൈസ്, അതായത് ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവിടെ സംരക്ഷണം ഒരുക്കുന്നു. ഓക്കെ, സമയം കളയാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 16ാമത്തത് ഹൗ ഡസ് ദ സ്മോഗ് ഫോംഡ്, എങ്ങനെയാണ് പുകമഞ്ഞ് രൂപം കൊള്ളുന്നത്? അത് സിമ്പിളാ. പുകയും മഞ്ഞും കൂടെ കൂടിയിട്ടാണ് പുകമഞ്ഞ് ഉണ്ടാകുന്നത്. വളരെ സിമ്പിൾ ആണ് സാർ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. സാർ നമുക്ക് കാണിച്ചു കൊടുക്കാം. സ്മോഗ് ഈസ് ദ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സാർ പറഞ്ഞ പോലെ തന്നെ പുകയും മൂടൽ മഞ്ഞും കൂടെ. എല്ലാ ചോദ്യം ഇതുപോലെ അല്ല കേട്ടോ. എല്ലാ ചോദ്യം ഭരണഘടന എന്ന് ചോദിച്ചാൽ ഭരണവും ഘടനയും കൂടെ രൂപപ്പെട്ടതാണ് ഭരണഘടന. ഓക്കെ സാർ, ഭരണഘടന സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അടുത്തത് smoke and the dust from industries, construction activities, vehicle burning of agriculture, പിന്നെ അതേപോലെ residues etc. fill the atmosphere. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, അതേപോലെ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ, അതേപോലെ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും? നിറയും. Then these mix with the fog to form smoke. അതായത് ഇത് മഞ്ഞുമായിട്ട് കലർന്നിട്ട് എന്താകുന്നു, അവിടെ പുകമഞ്ഞായിട്ട് മാറുന്നു. ഓക്കെ സാർ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, how does particles reach the atmosphere? ഏതൊക്കെ മാർഗങ്ങളിലാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? എങ്ങനെയൊക്കെയാണ്? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ. കാറ്റടിച്ചു വരുന്നു. രണ്ടാമത്തത് കാറ്റെന്ന് കേൾക്കുമ്പോൾ കുളിരുണ്ടോ? അതെ. കമ്മിങ് ഔട്ട് ഡ്യൂറിംഗ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ബേണിംഗ് ഓഫ് മെറ്റിയോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽക്കകൾ കത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്ന ചാരങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നത്, അന്തരീക്ഷത്തിലോട്ട് അവിടെ എത്തുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എസ്തനോസ്ഫിയർ? എന്താണ് ലിത്തോസ്ഫിയർ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോ അറിഞ്ഞിരിക്കുക എന്താണ് എസ്തനോസ്ഫിയർ നോക്കാം. ദ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ വിച്ച് ഈസ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെ ഈ ശിലാപദാർത്ഥങ്ങളെല്ലാം ഒരു ഉരുകി ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ അഗ്നിപർവ്വതത്തിന്റെ ലാവ ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിന്റെ സോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ശിലാപദാർത്ഥങ്ങളെല്ലാം ഉരുകിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. മാഗ്മ ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. The portion below the asthenosphere is in the solid state. ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഈ അസ്തനോസ്ഫിയർ ആണ് നമ്മുടെ അഗ്നിപർവ്വതത്തിന്റെ ലാവയുടെ എന്ന് പറയുന്ന ഒരു സോഴ്സ് ആയിട്ട് ഉറവിടമായി പറയുന്നത്. ഓക്കെ സാർ, അടുത്തത് സാർ നേരത്തെ ഒരു വായുവിന്റെ ഒരു കാര്യം ചോദിച്ചില്ലേ, വാതകങ്ങളുടെ കാര്യം ചോദിച്ചില്ലേ, അതുമായി ബന്ധപ്പെട്ട ഇമേജ് ആണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജൻ ആണ് കേട്ടോ. അതില്ല, ഏറ്റവും കൂടുതൽ നൈട്രജൻ അല്ലേ? നൈട്രജൻ ആണ്. എത്ര പെർസെന്റേജ് ഉണ്ട്? 78% കേട്ടോ. അന്തരീക്ഷ വാതകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ബാക്കി ഇത്രയും വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് അവിടെ അറിഞ്ഞിരിക്കുക. നമ്മളിതൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു. അടുത്തത് ഓൾമോസ്റ്റ് കഴിയാറായിട്ട് നമ്മുടെ ചാപ്റ്റർ. ഒരു 2 ടോപ്പിക് കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാറേ കറങ്ങി വന്ന സ്റ്റൈൽ നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടന. ഏറ്റവും മുകളിൽ നമുക്ക് താഴത്തുനിന്നാണ് തുടങ്ങേണ്ടത്. നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയാം സാറേ? എവിടെ? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആണോ ട്രോപ്പോസ്ഫിയർ ആണോ നമ്മൾ അധിവസിക്കുന്ന ഭൂമി? അതല്ല, അതിൽ ഏതാണെന്നുള്ളത്? ട്രോപ്പോസ്ഫിയർ ആണോ സ്ട്രാറ്റോസ്ഫിയർ ആണോ? നമ്മള് ഏറ്റവും താഴത്തുള്ള എക്സോസ്ഫിയർ. കുറച്ച് പവറൊക്കെ വേണ്ട നമുക്ക് മുകളിലേക്ക് പോയാലോ? സാറ് കുറച്ചാളായിട്ട് ഫുൾ എയറില്ല, ലൈവ് തുടങ്ങിയ പിന്നെ പ്രത്യേകിച്ച് നോക്കാം. ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ കേട്ടോ. ഞാൻ പറയട്ടെ, അപ്പോ ഈ നമുക്ക് ഇങ്ങനെ എടുത്താലോ? ട്രോസ്ട്ര, അതൊരു പെണ്ണിന്റെ പേരാ. ട്രോസ്ട്ര ഇംഗ്ലീഷ്. സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, സാറിന്റെ എക്സിന്റെ പേരാണ് സ്ട്രാ. അതെ, ട്രോസ്ട്ര. ഓക്കെ, എന്ത് കോഡാണ് മനുഷ്യൻ. ഓക്കെ, ആ പീപ്പ് എടുത്ത് എറിഞ്ഞ് കൊല്ലണ്ടി വരുന്നുണ്ട്. ഓക്കെ, മലയാളം നോക്കാം നമുക്ക്. സാർ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് അവിടെ തലക്ക് പോയി വീഴുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം കൊള്ളാം. അപ്പൊ അവര് ബിസ്ക്കറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വാങ്ങിക്കൂടെ? വേറെ പ്രശ്നമുണ്ട്, അവർക്ക് അവിടെ നിങ്ങൾ എടുത്ത് എറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അവര് വെടി വെച്ച് കൊല്ലും. നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ കേട്ടോ. ഇത്രയാണോ ഉള്ളത്? ഓക്കെ, ലാസ്റ്റ് ചോദ്യോട്ടെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. സാർ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം വേഗം. ഹാർംഫുൾ ദാറ്റ് അൾട്രാ വയലറ്റ് റേസ് ക്യാൻ ക്രിയേറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അൾട്രാ വയലറ്റ് രശ്മി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, അതേപോലെ സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ഏർലി ഏജിങ്,
ബ്ലൈൻഡ്നസ് ആൻഡ് കാറ്ററാക്ട്, സ്കിൻ ക്യാൻസർ. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാവും? CBSE. അൾട്രാവയലറ്റ്. ഓക്കെ, CBSE. എന്താണ് സാറേ? CBSE-കാരൊക്കെ ഒരു അൾട്രാവയലറ്റ് കിരണങ്ങളാണ് അതെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്. CBSE. ഓ കൊള്ളാം. ഓക്കെ, എന്താ കോഡ്? വേറെ ആരുണ്ടാക്കുന്നത്? നമ്മളെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് മക്കളെ എന്താ CBSE ഒക്കെ നമുക്ക് കിരണങ്ങളാണ്, അൾട്രാവയലറ്റ് പ്രശ്നക്കാര്. അതെ, സാറ് CBSE അല്ല സാറ് CBSE എടുക്കുന്നുണ്ട്, അത് ആലോചിച്ചിട്ട് പറയണം. അവരെന്ത് കാണും, എടുത്തിട്ട് കൊടയും. അവര് കാണില്ല. അന്നേരം നമ്മള് സ്റ്റേറ്റിനെ തിരിച്ചടിക്കുക. അതെ, ഞാൻ അവിടെ അയച്ചു കൊടുക്കും. സാർ കാണിച്ചു കൊടുക്കും. അടുത്തത് നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആരെന്ന് ആലോചിക്കണോട്ടോ. നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഫയാസ് സാറും ഉണ്ട്. ഫയാസ് സാർ അറിയാലോ, CBSE ഹെഡ്. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യ വളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, അതേപോലെ ത്വക്കിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സാറേ സ്ലൈഡ് ഒന്ന് മാറ്റാം. ഏകദേശം ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും നാളെ നല്ല എക്സാം ഒക്കെ നല്ല കിടിലമായിട്ട് എഴുതണം. നമ്മൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള മോഡൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മെജോറിറ്റി സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുപോലും വിട്ടുപോകാതെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നാളെ നല്ല കിടിലമായിട്ട് പരീക്ഷ എഴുതാം. അപ്പോൾ മിഷൽ സാർ എന്താ പറയാനുള്ളത്? എല്ലാവരും അടിച്ചു പൊളിച്ച് സെറ്റായിട്ട് പവറായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക മക്കളെ. അപ്പോൾ റെഡി, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.